Good evening, everyone. നമ്മളങ്ങനെ GIBയുടെ ട്രാക്കിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. എല്ലാവരും രജിസ്ട്രേഷൻ ഒക്കെ ആയിട്ട് തിരക്കിലൊക്കെ ആയിരിക്കും. സോ നൗ ഇറ്റ്സ് ദ ടൈം ടു ഫോക്കസ് അഗെയിൻ ഓൺ യുവർ സ്റ്റഡീസ് ഫോർ യുവർ ഫസ്റ്റ് സെഷൻ. അപ്പൊ നമുക്ക് ജനുവരിയിൽ വരുന്ന സെഷൻ ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ വൺ ഷോട്ട് സീരീസുകൾ ചെയ്യുന്നത്. ആൻഡ് ഹോപ്പ്ഫുള്ളി വൺ ഷോട്ട് സീരീസ് വിൽ ആക്ട് ആസ് യുവർ റിവിഷൻ പ്ലാൻ ആസ് വെൽ. അപ്പൊ ഒരു പാരലൽ റിവിഷനും കൂടി ആയിട്ട് നമുക്ക് ഈ വൺ ഷോട്ട് സീരീസുകൾ ചെയ്യും. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. സൊല്യൂഷൻ ചാപ്റ്റേഴ്സ് നമ്മൾ തുടങ്ങുകയാണ്. നോ വേസ്റ്റേജ് ഓഫ് ടൈം, വിൽ ഡയറക്ട്ലി ഗോ ടു സൊല്യൂഷൻ. ഇപ്പൊ അപ്ഡേറ്റഡ് ആയിരിക്കുന്ന സിലബസും പഴയ സിലബസും തമ്മിൽ സൊല്യൂഷൻസിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ദിസ് ഈസ് ദി സിലബസ്. ഇപ്പൊ വന്നിരിക്കുന്ന സിലബസിൽ എൻടിയുടെ സിലബസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സൊല്യൂഷന്റെ ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഡിഫറെന്റ് കോൺസെൻട്രേഷൻ ടേംസ്. കോൺസെൻട്രേഷൻ ടേംസിൽ മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ, പെർസെന്റേജ് ബൈ വോളിയം, പെർസെന്റേജ് ബൈ മാസ് എന്നിങ്ങനെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അവിടെ പാർട്സ് പെർ മില്യൺ PPMനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും PPM പഠിക്കേണ്ട. ബേസിക്കലി പെർസെന്റേജ് പഠിക്കുന്ന ഒരാൾക്ക് പാർട്സ് പെർ മില്യൺ എഴുതാൻ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. അതിന്റെ ഇടയിൽ GIBയുടെ രജിസ്ട്രേഷനെ പറ്റി ചോദിക്കുന്നുണ്ട്. നമുക്ക് GIBയുടെ രജിസ്ട്രേഷൻ ലിങ്ക് നമുക്ക് ഒന്നുകൂടി ചാനലിലേക്ക് ലൈക്ക് സൂൺ ആഫ്റ്റർ എൻഡിങ് ദ ലൈവ് നമുക്കത് അപ്ഡേറ്റ് പിൻ ചെയ്യാൻ പറയാം. ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് GIBയുടെ ഓൾറെഡി യൂട്യൂബിൽ തന്നെ GIBയുടെ വീഡിയോസിന് താഴെ നിങ്ങൾക്ക് അത് ലിങ്ക് പിൻ ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. ഓക്കെ, ബാക്ക് ടു ദ സിലബസ്. ഞാൻ പറയുന്നു സിലബസിൽ കോൺസെൻട്രേഷൻ ടേംസിൽ മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻസ്, നോർമാലിറ്റി ഇവിടെ എഴുതിയിട്ടില്ല. ആൻഡ് ഒബ്വിയസ്ലി നോർമാലിറ്റി നമുക്ക് ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ ആവശ്യമുണ്ട് pH കണ്ടുപിടിക്കാൻ. പെർസെന്റേജ് അതിന്റെ കൂടെ PPM കൂടി പഠിക്കണം. കാരണം കഴിഞ്ഞ വർഷത്തെ സിലബസിലും PPM എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. ബട്ട് 2023 ജനുവരി സെഷനിൽ PPMൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, റെഡി. സോ ആദ്യം കോൺസെൻട്രേഷൻ ടേമുകളെ പഠിക്കണം. എല്ലാവരും ഞാൻ ഈ പറയുന്ന പാറ്റേണിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലൂടെ ഓർമ്മിച്ച് നോക്കുക. കോൺസെൻട്രേഷൻ ടേംസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അവിടെ കാൽക്കുലേഷൻ സ്പീഡാണ് ആവശ്യം. ബേസിക്കലി കോൺസെൻട്രേഷൻ ടേംസ് എന്ന് വരുന്ന ചോദ്യങ്ങൾ ഈസി ആയിരിക്കും. ഡയറക്ട്ലി നിങ്ങൾക്ക് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ബട്ട് കാൽക്കുലേഷൻസിൽ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണം. ബിക്കോസ് ഏറ്റവും കൂടുതൽ ചോദ്യം കോൺസെൻട്രേഷൻ ടേം എന്ന് വന്നിരിക്കുന്നത് ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അപ്പൊ കാൽക്കുലേഷനിലൊന്ന് ശ്രദ്ധ പുലർത്തണം. അത് കഴിഞ്ഞ് വേപ്പർ പ്രഷേഴ്സിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് ഹെൻറീസ് ലോ എന്നുള്ളത് കാണാൻ കഴിയില്ല. ഹെൻറീസ് ലോ ഇക്വിലിബ്രിയത്തിന്റെ ഭാഗത്താണ് സിലബസിൽ എഴുതിയിരിക്കുന്നത്. സോ ഹെൻറീസ് ലോ പഠിക്കണം. ഹെൻറീസ് ലോ, സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്, നമ്മൾ ഹെൻറീസ് ലോ, സോഡ വാട്ടറിന്റെ പ്രിപ്പറേഷൻ, ആ ഹെൻറീസ് ലോ നമ്മൾ പഠിക്കുന്നു. ദെൻ വി മൂവ് ടു വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ എന്താന്ന് പഠിക്കുക. റാവൾസ് ലോ നമ്മൾ പഠിക്കുക. രണ്ട് ലിക്വിഡ്സിനെ മിക്സ് ചെയ്താൽ കിട്ടുന്ന ടോട്ടൽ വേപ്പർ പ്രഷർ റാവൾസ് ലോ വെച്ച് പഠിക്കുന്നു. റാവൾസ് ലോ കഴിഞ്ഞ് റാവൾസ് ലോ ഒബേ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ്, ഒബേ ചെയ്യാത്തവർ നോൺ ഐഡിയൽ. സോ ഐഡിയൽ, നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ എക്സാമ്പിൾ പഠിക്കുന്നു. ഐഡിയൽ, നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കുക. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിട്ടാണ് ആ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഗ്രാഫ് റാവൾസ് ലോയിൽ പഠിക്കാനുണ്ട്. ഗ്രാഫിനെ അനലൈസ് ചെയ്യുന്ന ചോദ്യങ്ങൾ ഉണ്ടാകാം. ഗ്രാഫിനെ അല്ലെങ്കിൽ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുന്ന ചോദ്യങ്ങൾ ഉണ്ടാകാം. ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ്. പിന്നെ ടോട്ടൽ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നോക്കിയേ വേപ്പർ പ്രഷർ. അതിനുശേഷം നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വരെ ഏറ്റവും കൂടുതൽ ചോദ്യം ഇവിടുന്ന് വന്നിരിക്കുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനാണ്. ഏറ്റവും കൂടുതൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാനുള്ളത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷേഴ്സ് പഠിക്കും അലോങ് വിത്ത് വാൻ ഹോ ഫാക്ടർ. ചോദ്യത്തിൽ നിങ്ങൾക്ക് വാൻ ഹോ ഫാക്ടർ എന്താണെന്ന് ഒരിക്കലും ചോദിക്കില്ല. പകരം വാൻ ഹോ ഫാക്ടറിനെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ആണ് അല്ലെ. ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ആണ് നമ്മൾ അതിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ടൈപ്സ് ഓഫ് സൊല്യൂഷൻസിൽ ഇതിൽ നിന്നുള്ള എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം വളരെ ഈസിയാണ്, പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല. നമുക്ക് തന്നെ ആലോചിച്ച് പറയാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണ്. സോ ടൈപ്സ് ഓഫ് സൊല്യൂഷനിൽ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഫോക്കസ് ചെയ്ത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് വെരി ഈസി ടു പ്രെഡിക്റ്റ്. ആലോചിച്ച് നോക്കിയേ, എന്റെ കയ്യിൽ ഓക്സിജൻ നൈട്രജൻ ഗ്യാസിന്റെ മിക്സ്ചർ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ രണ്ട് ഗ്യാസസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാംഫറോൺ നൈട്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാംഫർ ഈസ് എ സോളിഡ്, നൈട്രജൻ ഈസ് എ ഗ്യാസ്. അപ്പൊ അങ്ങനെ നമുക്ക് ആരാണ് സൊല്യൂട്ട്, ആരാണ് സോൾവെന്റ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ് നമ്മുടെ സൊല്യൂഷന്റെ എക്സാമ്പിൾസിൽ പഠിക്കുന്നത്. അപ്പൊ സൊല്യൂഷൻസ് പലതരത്തിലുണ്ട്. രണ്ട് കമ്പോണന്റ് വരുന്ന ബൈനറി സൊല്യൂഷൻസിനെയാണ് നമ്മൾ പഠിക്കുന്നത്.
PPM ആൻഡ് PPB ന്യൂ സിലബസിൽ ഉണ്ടോ? അതിൽ കണ്ടില്ല. PPM എന്ന് എടുത്ത് എഴുതിയിട്ടില്ല. അത് കഴിഞ്ഞ വർഷവും എടുത്ത് എഴുതിയിട്ടില്ലടാ. പക്ഷെ കഴിഞ്ഞ വർഷം PPMന്റെ ഒരു ചോദ്യം വന്നു. ഞാൻ ആ ചോദ്യം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. സോ ആദ്യം നമ്മൾ കോൺസെൻട്രേഷൻ ടേംസ്. വി വിൽ ബി ഫോക്കസിങ് മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, PPM ആൻഡ് പെർസെന്റേജ്. നിലവിൽ ഇതാണ് നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുക. നോർമാലിറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റു ദിവസങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. വിൽ സി. ഓക്കെ, ബേസിക്കലി നിങ്ങൾക്ക് മൊളാലിറ്റിയുടെ ഒക്കെ എക്സ്പ്രഷൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം സോൾവെന്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് എന്നതിന്റെ കണക്കാണ്. ഞാൻ നിങ്ങൾക്ക് 1 കിലോഗ്രാം വെള്ളം തന്നു, അതിൽ എത്രയാണ് സോൾട്ട് പ്രസന്റ് ആയിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. അതെങ്ങനെയായിരിക്കും മാത്തമെറ്റിക്കലി പറയാം? ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാൻ നിർബന്ധമാണ്. ബൈ ഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻസ് ബൈ ഹാർട്ട് തന്നെ ചെയ്യാം, അല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഇക്വേഷൻസ് നന്നായിട്ട് അറിയാമെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കും. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം, മാസ് ബൈ മോളാർ മാസ് എന്നുള്ളത് അറിയാം. സോ എനിക്ക് മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് എഴുതാം. നമ്മുടെ കയ്യിലിരിക്കുന്ന സോൾവെന്റിന്റെ മാസ് കിലോഗ്രാമിലായിരിക്കണം. എങ്ങാനും ഗ്രാമിലാണ് തരുന്നതെങ്കിൽ നമുക്ക് അതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്. വോള്യം വരാത്തത് കൊണ്ട് ടെമ്പറേച്ചറിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല. റെഡി. ഇനി മൊളാരിറ്റി ആണെങ്കിലോ, ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അത് ലിറ്ററിലല്ല മില്ലി ലിറ്ററിലാണെങ്കിൽ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. വോള്യം വരുന്നത് കൊണ്ട് അത് ടെമ്പറേച്ചർ ഡിപെൻഡന്റ് ആണ്. ഇനി ഞാനൊരു ആലോചിച്ച് നോക്കിയേ, 2 ആൾക്കാരുടെ ഒരേ സൊല്യൂഷന് ഡിഫറെന്റ് കോൺസെൻട്രേഷൻസ് വരുന്ന ഒരേ സൊല്യൂട്ടിന്റെ 2 സൊല്യൂഷൻസിനെ ഞാൻ മിക്സ് ചെയ്തു. അങ്ങനെ മിക്സ് ചെയ്ത റിസൾട്ടന്റ് മൊളാരിറ്റി എങ്ങനെ കിട്ടും? ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ നമ്മൾ റിസൾട്ടന്റ് നോർമാലിറ്റി പഠിച്ചതുപോലെ. എങ്ങനെയാ റിസൾട്ടന്റ് നോർമാലിറ്റി പറഞ്ഞേ? റിസൾട്ടന്റ് നോർമാലിറ്റി ഈസ് N1V1 plus N2V2 by V1 plus V2. Similarly, resultant molarity is M1V1 plus M2V2 by V1 plus V2. ആ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കുക. അത് റിസൾട്ടന്റ് മൊളാരിറ്റി പറയാനുള്ള ഇക്വേഷൻ ആണ്. നമുക്കിനി ചിലപ്പോൾ ഡയല്യൂഷൻ പ്രിൻസിപ്പിൾ ആവശ്യമുണ്ടാകും. ഡയല്യൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, എന്റെ കയ്യിലൊരു സിസ്റ്റം ഉണ്ട്, നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ കയ്യിലൊരു സിസ്റ്റം ഉണ്ട്. 0.1 മോളാർ KCl സൊല്യൂഷൻ ആണ്. ഇത് 100 ml ഉണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 900 ml വെള്ളം ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഓൾറെഡി 100 ml ഉള്ള സിസ്റ്റത്തിലേക്ക് 900 ml കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 1000 ml ആയില്ലേ? അഥവാ 1 ലിറ്റർ H2 ആയില്ലേ? അപ്പൊ 1 ലിറ്റർ H2 ആകുമ്പോൾ മൊളാരിറ്റി എന്ത് സംഭവിച്ചു? ഡൈല്യൂഷൻ ചെയ്യുമ്പോൾ മൊളാരിറ്റിക്ക് എന്ത് മാറ്റം വന്നു? വെള്ളം ചേർക്കുമ്പോൾ മൊളാരിറ്റിക്ക് എന്ത് വന്നു? അതാണ് ഡൈല്യൂഷൻ ഫോർമുല വെച്ച് നമ്മൾ പഠിക്കേണ്ടത്. അത് ഓർമ്മിച്ചു വെക്കാം. M1V1 is equal to M2V2. Why? ബേസിക്കലി നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾട്ട് മാറുന്നില്ലല്ലോ. ഞാനിപ്പോ ഒരു ഗ്ലാസ് KCl അല്ലെങ്കിൽ ഉപ്പ് എടുത്തു. ഈ ഉപ്പിൽ ഞാൻ വെള്ളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, KCl ആഡ് ചെയ്യുന്നില്ല. വെള്ളം മാത്രമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾസ് നമുക്ക് അവിടെ ഫിക്സ്ഡ് ആയില്ലേ? KClന്റെ നമ്പർ ഓഫ് മോൾസ് ഡയല്യൂഷന് മുന്നേയും KClന്റെ നമ്പർ ഓഫ് മോൾസ് ഡയല്യൂഷന് ശേഷവും സെയിം ആയില്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് KCl കാണാൻ മൊളാരിറ്റി ഇൻറ്റു വോള്യം ചെയ്യാം. ബിക്കോസ് മൊളാരിറ്റി ഈസ് N/V, സോ N ഈസ് M into V. അങ്ങനെയാണ് M1V1 is equal to M2V2 എന്ന ഫോർമുലയിൽ നമ്മൾ എത്തിച്ചേർന്നത്. അപ്പൊ ഈ ഫോർമുലയിൽ പഠിച്ചു വെക്കാം എന്നുള്ളത് ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് മോൾ ഫ്രാക്ഷനെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസിൽ റിലേറ്റ് ചെയ്ത് നമ്മൾ പറയാണ്. നമ്പർ ഓഫ് മോൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. സം ഓഫ് മോൾ ഫ്രാക്ഷൻസ് എപ്പോഴും 1 ആയിരിക്കും. പിന്നെ നമുക്ക് വരുന്നത് PPM. PPM അല്ല, പെർസെന്റേജ് കോമ്പോസിഷൻ. PPM അടുത്തതിൽ പറയാം. പെർസെന്റേജ് കോമ്പോസിഷൻ വളരെ എളുപ്പമാണ്. 100ലുള്ള കണക്കിനെയാണ് പെർസെന്റേജ് എന്ന് പറയാം. നമ്മൾ എപ്പോഴും പറയുന്നത് മാർക്കിന്റെ വെച്ചിട്ടാ. 90% മാർക്ക് എന്ന് പറഞ്ഞാൽ 100ൽ 90 മാർക്ക്. അപ്പൊ എന്റെ കയ്യില് 20% H2SO4 ബൈ മാസ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാമില് 20 ഗ്രാം. മാസ് പെർസെന്റേജ് ബൈ വോള്യം ആണെങ്കിലോ 100 ml 20 ഗ്രാം. വോള്യം പെർസെന്റേജ് പറയാം 100 ml 20 ml. ഏത് രീതിയിലും പറയാം. സോ എന്റെ ബേസിക്കലി നമ്മുടെ ഫോർമുല എന്തായിരിക്കും? മാസ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100, ഓർ ഇറ്റ് ഈസ് മാസ് ബൈ ടോട്ടൽ വോള്യം ഇൻറ്റു 100, ഓർ ഇറ്റ് ഈസ് വോള്യം ബൈ ടോട്ടൽ വോള്യം ഇൻറ്റു 100. 100ലുള്ള കണക്കിനെയാണ് നമ്മൾ പെർസെന്റേജ് എന്ന് പറയാം. പെർസെന്റേജ് 100ലുള്ള കണക്കാണ്. ഇനിയിപ്പോ കോൺസെൻട്രേഷൻ വളരെ കുറവാണെങ്കിൽ നമ്മൾ മില്യണിലുള്ള കണക്ക് പറയും. അതാണ് പാർട്സ് പെർ മില്യൺ. നേരത്തെ കണ്ടത് പെർസെന്റ് ആണ്, ഇനി നമ്മൾ പറയുന്നത് പെർ മില്യൺ ആണ്.
പെർ മില്യണും നേരത്തെ ചെയ്തതുപോലെ തന്നെ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 പകരം 10⁶. അപ്പൊ ppm ആയില്ലേ? ppb ആണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങള്? 10⁶ പകരം 10⁹ കൊടുത്താൽ മതി, ബില്യൺ കൊടുത്താൽ മതി. ppm ആണ് നമുക്ക് ആക്ച്വലി ആവശ്യം. ppb വെച്ച് ചോദിക്കല്ലോ, ചോദിച്ചാലും പറയാം, വെരി ഈസി. അപ്പൊ ppm ചെയ്യാൻ മാസ് ഓഫ് ദി സൊല്യൂട്ട് ബൈ ടോട്ടൽ ഇൻറ്റു 10⁶. എങ്കിൽ ഇവരുടെ റിലേഷൻ നമുക്ക് പഠിച്ചൂടെ? അപ്പൊ റിലേഷൻസ് ഒക്കെ അപ്പൊ പഠിക്കുക. ppmഉം പെർസെന്റേജ് മാസും തമ്മിലുള്ള റിലേഷൻ എന്താ? ppm is equal to പെർസെന്റേജ് മാസ് ഇൻറ്റു 10⁴. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യൂടാ, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാണ്, നമ്മൾ ഓരോന്നിന്റെയും ക്വസ്റ്റ്യൻസ് ചെയ്യാണ്. അപ്പം മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ, പെർസെന്റേജ്, ppm ഇവരുടെയൊക്കെ ഇക്വേഷൻ വെച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ചില സമയങ്ങളില് ഇവരുടെ റിലേഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാം. എനിവേ വിൽ സീ വൺ പ്രോബ്ലം. നമുക്കൊരു ചോദ്യം നോക്കാം. ഇതാണ് ചോദ്യം, 2023 ചോദ്യമാണ്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. പെർസെന്റേജ് കാണുമ്പോ ലിറ്റർ ഓർ മില്ലി ലിറ്ററിൽ തന്നെ ഉപയോഗിക്കണം എന്നുണ്ടോ? അത് ഡിപ്പെൻഡ് ചെയ്യൂടാ. ഞാൻ സൊല്യൂട്ടിന്റെ വോള്യം മില്ലി ലിറ്ററിലാണെങ്കിൽ ടോട്ടൽ വോള്യം, സൊല്യൂഷന്റെ വോള്യം മില്ലി ലിറ്ററിൽ എടുക്കുക. ഇനി ഞാൻ എടുക്കുന്നത് സൊല്യൂട്ടിന്റെ വോള്യം ലിറ്ററിലാണെങ്കിൽ താഴെയും ലിറ്ററിൽ എടുത്താൽ മതി, സൊല്യൂഷനും ലിറ്ററിൽ എടുത്താൽ മതി. മേലെയും താഴെയും വരുന്നത് ഒരേ യൂണിറ്റിൽ എടുത്താൽ മതി വോള്യം ആണെങ്കിൽ, കേട്ടോ. റെഡി? അസേഷൻ നമുക്ക് വായിക്കാമേ. അസേഷൻ ഞാൻ വായിക്കാൻ പോകുന്നു. എന്താ അസേഷൻ? 3.15 gram of hydrated oxalic acid dissolved in water to make 250 ml solution will result in 0.1 molar oxalic acid solution. Reason: molar mass of hydrated oxalic acid is 126. ആദ്യം നമുക്ക് ഹൈഡ്രേറ്റഡ് ഓക്സാലിക് ആസിഡ് എന്താണെന്ന് ആലോചിക്കണം. ഞാൻ ഈ ചോദ്യം വരുമ്പോ തന്നെ പെട്ടെന്ന് കൺഫ്യൂഷൻ ഒന്നും ആയി പോവരുതേ. ചോദ്യം നമ്മൾ കണ്ട മോളാർ മാസ് ഓഫ് ഹൈഡ്രേറ്റഡ് ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡിന്റെ ഫോർമുല നമ്മൾ പഠിക്കണം. ഓക്സാലിക് ആസിഡിന്റെ ഫോർമുല ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് കൂടി വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഓർമ്മയുണ്ടാവും. H2C2O4 ആണ് നമ്മുടെ ഓക്സാലിക് ആസിഡ്. ഹൈഡ്രേറ്റഡ് ഓക്സാലിക് ആസിഡ് ഈസ് H2C2O4 2H2O. ഓക്സാലിക് ആസിഡിന്റെ ഫോർമുല കിട്ടി. നമുക്ക് അതിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാം. എങ്കിൽ റീസൺ കറക്റ്റ് ആണോ അല്ലയോ എന്ന് പറഞ്ഞൂടെ? റീസൺ തെറ്റാണെങ്കിൽ പിന്നെ അതിനനുസരിച്ചുള്ള ഓപ്ഷൻ എടുത്താൽ പോരെ. മോളാർ മാസ് നോക്കി, 2 ഹൈഡ്രജൻ, 2 കാർബൺ, 1 കാർബൺ 12, അപ്പൊ 2 കാർബൺ 24, 4 ഓക്സിജൻ, 1 ഓക്സിജൻ 16, 4 ഓക്സിജൻ 64, 2 വാട്ടർ, 1 വാട്ടർ 18, 2 വാട്ടർ 36, അപ്പൊ 60, 30, 24, 2 എല്ലാം കൂടി 126 കിട്ടില്ലേ? 6 4 10 10 4 26 കറക്റ്റാ? 12 126. അപ്പൊ റീസൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. റീസൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി നമുക്ക് അസേഷൻ നോക്കാം. മോളാർ മാസ് 126 കിട്ടിക്കഴിഞ്ഞു. അസേഷൻ നമുക്ക് നോക്കാമേ. മൊളാരിറ്റി ആണ് പറഞ്ഞത്. സോ ലെറ്റ് us ഫൈൻഡ് മൊളാരിറ്റി. മൊളാരിറ്റി എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ഓർമ്മിച്ച് നോക്കിയേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. എങ്ങാനും വോള്യൂം മില്ലി ലിറ്ററിലാണെങ്കിൽ അതിനെ ലിറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. നിർബന്ധമായിട്ട് ചെയ്യണം, ശ്രമിച്ചാൽ പോരാ. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? മാസ് തന്നാൽ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ്, ശരിയല്ലേ? അതാണ് നമ്പർ ഓഫ് മോൾസ്. വോള്യം നിങ്ങൾക്ക് മില്ലി ലിറ്ററിലാണ് തരുന്നതെങ്കിൽ അതിനെ ലിറ്ററിലാക്കാൻ 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ആ 1000 മേലേക്ക് പോകും. ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഇനിയിപ്പോ ഒന്ന് ചെയ്തു നോക്കി എല്ലാവരും. അത് അങ്ങനെ കിട്ടുന്നുണ്ടോ എന്നൊന്ന് പറഞ്ഞു തന്നെ. WB എത്രയാ? മാസ് 3.15 ബൈ മോളാർ മാസ് 126 അല്ലേ ഇപ്പൊ കണ്ടുപിടിച്ചത്. 1000 ബൈ 250. ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കി. ഇത് 4 പ്രാവശ്യം പോകും അല്ലേ? അപ്പൊ നമുക്കിനി ടോട്ടൽ എത്രയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞേ. ഇത് 2 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 63 എന്നുള്ളത് കിട്ടും. 3 സോ ദിസ് ഈസ് 6.3 ബൈ നമുക്ക് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10 വിച്ച് ഈസ് ഈക്വൽ ടു 0.1 മോളാർ. കറക്റ്റ് കിട്ടി. ശരിയാണ്. അസേഷൻ കറക്റ്റാ. അസേഷൻ കറക്റ്റാ. മൊളാരിറ്റി 0.1 മോളാർ ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് 3.15 ഗ്രാം ഓക്സാലിക് ആസിഡിനെ എടുത്തിട്ട് 250 ml സൊല്യൂഷൻ ഉണ്ടാക്കിയപ്പോ 0.1 മോളാർ ഓക്സാലിക് ആസിഡ് കിട്ടി. കാരണം എന്താ? മോളാർ മാസ് 126 ആണ്. സോ ബോത്ത് ആർ കറക്റ്റ് ആൻഡ് ദാറ്റ് ഗിവ്സ് യു കറക്റ്റ് എക്സ്പ്ലനേഷൻ. 126 ആയതുകൊണ്ടാണ് കിട്ടിയത്. എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റിയില്ലേ? ഇത്
എളുപ്പത്തിൽ പറയാൻ പറ്റിയില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് ഇരുന്ന് ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. സൊല്യൂഷന് വരുന്ന ക്വസ്റ്റ്യൻസ് വിൽ ബി ഈസി. ആകെ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത നോക്കാം. എ സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ് by adding 2 gram of X of 1 mole of water, mass percent of X in the solution. മാസ് പെർസെന്റേജ് ആണ് വന്നിരിക്കുന്നത്. എന്തൊക്കെ ഡാറ്റ തന്നു? ഞാൻ 2 ഗ്രാം എക്സിനെ ആഡ് ചെയ്യുകയാണ്. 1 മോൾ വെള്ളത്തിലാണ് ആഡ് ചെയ്യുന്നത്. 1 മോൾ വെള്ളം എത്ര ഗ്രാമാ? 18 ഗ്രാം അല്ലേ? ശരി. എങ്കിൽ മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കണം. മാസ് പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കണം. എന്തായിരിക്കും ഇക്വേഷൻ? മാസ് പെർസെന്റേജ് മാർക്ക് പെർസെന്റേജ് പോലെയാണ്. സോ ഇറ്റ് ഈസ് മാസ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. സൊല്യൂട്ടിന്റെ മാസ് 2 ഗ്രാം. സൊല്യൂഷന്റെ മാസ് 18 ഗ്രാം എന്ന് എഴുതാൻ പാടുണ്ടോ? ഇല്ല. 18 ഗ്രാം വെള്ളത്തിന്റെ മാസാണ്. സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേരണ്ടേ? സോൾവെന്റ് ആണ് 18 ഗ്രാം വെള്ളം, സൊല്യൂട്ട് 2 ഗ്രാം, അപ്പൊ 20 ഗ്രാം ഉണ്ടോ ഇൻറ്റു 100. എനിക്ക് എത്ര കിട്ടി? ഇറ്റ് ഈസ് ഈക്വൽ ടു 10%. ആർ യു ഗെറ്റിംഗ് ഓപ്ഷൻ ഡി? വെരി ഗുഡ്, വെരി ഗുഡ്. 10% എന്നുള്ള ആൻസർ നമുക്ക് കിട്ടുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇവരുടെ ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. റെഡി, ലെറ്റ് us see another question. വേറൊരു ചോദ്യം നമുക്ക് നോക്കാം. ഇതെല്ലാം 2023 ക്വസ്റ്റ്യൻ, വെരി റീസെന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാരും ചെയ്ത് നോക്ക്. ദി മൊളാലിറ്റി ഓഫ് എ 10% സൊല്യൂഷൻ ഓഫ് ഡൈബ്രോമിൻ സൊല്യൂഷൻ. മൊളാലിറ്റി ഓഫ് 10% V/V എന്ന് പറഞ്ഞാൽ അതെന്താ? വോള്യം ബൈ വോള്യം അല്ലേ? അതിന്റെ അർത്ഥം എന്താടാ? എനിക്കിപ്പം മാർക്ക് വെച്ച് ഞാൻ പറയുന്നില്ല. എനിക്ക് 90% മാർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 100 ആണെങ്കിൽ 90 മാർക്ക് എന്ന് അർത്ഥം. 10% വോള്യം ബൈ വോള്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷൻ 100 ml ആണെങ്കിൽ, ടോട്ടൽ 100 ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സൊല്യൂട്ട് 10 ml ആണ്. അതാണ് അതിന്റെ മീനിങ്. അതാ 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് മനസ്സിലായി. The molality of 10% volume by volume solution of dibromine solution in CCl4 is X. Xന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എന്തൊക്കെയോ തന്നിരിക്കുന്നു. മോളാർ മാസ് ഓഫ് Br2 തന്നു, ബ്രോമിന്റെ മോളാർ മാസ് തന്നു 160. ഓക്കെ, നോക്കാം നമുക്ക്. ആ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുവാടാ. ശ്രദ്ധിച്ചേ, മോളാർ മാസ് നമുക്ക് 160 തന്നു. അറ്റോമിക് മാസ്, ക്ലോറിന്റെ അറ്റോമിക് മാസ്, ഡെൻസിറ്റി ഓഫ് ഡൈബ്രോമിൻ, ഈ ഡൈബ്രോമിൻ ഉദ്ദേശിക്കുന്നത് Br2, അത്രയേ ഉള്ളൂ. ഡെൻസിറ്റി ഓഫ് CCl4, ഇതൊക്കെ തന്നിട്ടുണ്ട്. മൊളാലിറ്റി കണ്ടുപിടിക്കണം. ഞാൻ ആലോചിച്ച് നോക്കി, മൊളാലിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. നമ്പർ ഓഫ് മോൾസിനെ മാസ് ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. ഗ്രാമിലാണ് പറയുന്നതെങ്കിൽ അതിനെ മാറ്റാൻ ഞാൻ 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം. അത് മേലേക്ക് പോയി. ദിസ് ഈസ് യുവർ ഇക്വേഷൻ. മാസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ടോ? സൊല്യൂട്ടിന്റെ മാസ് തന്നിട്ടില്ല. സൊല്യൂട്ടിന്റെ വോള്യമാണ് എനിക്കറിയാവുന്നത്. സൊല്യൂട്ട് ആരാ? ബ്രോമിനാ. ബ്രോമിന്റെ വോള്യമാണ് എനിക്കറിയാവുന്നത്. പിന്നെ ബ്രോമിന്റെ ഡെൻസിറ്റി കൂടി തന്നിട്ടുണ്ട് 3.2. എങ്ങനെയാ ഞാൻ മാസ് ഓഫ് ബ്രോമിൻ കണ്ടുപിടിക്കുക? സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ബ്രോമിന്റെ മാസാ. എങ്ങനെ കണ്ടുപിടിക്കും? ഡെൻസിറ്റി മാസ് ബൈ വോള്യം ആണ് അല്ലേ? എങ്കിൽ എനിക്ക് മാസ് കണ്ടുപിടിക്കാൻ ഡെൻസിറ്റി ഇൻറ്റു വോള്യം ചെയ്യാം. ഇതാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പൊ മാസ് ഓഫ് സൊല്യൂട്ട് ഡയറക്റ്റ് പറഞ്ഞില്ല, പകരം ഡെൻസിറ്റി ഓഫ് സൊല്യൂട്ടും വോള്യൂം ഓഫ് സൊല്യൂട്ടും നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ആ ഇക്വേഷൻ എങ്ങനെ എഴുതി? MB മാസ് ഓഫ് സോൾവെന്റിന് പകരം എന്ത് ചെയ്യാം? ഡെൻസിറ്റി ഓഫ് സോൾവെന്റ് A ഇൻറ്റു വോള്യൂം ഓഫ് സോൾവെന്റ്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൻസിറ്റി എത്ര തന്നു? 3.2 അല്ലേ തന്നിരിക്കുന്നത്? അതെ. വോള്യൂം എത്രയാ? 10 ml അല്ലേ? യെസ്. ഡിവൈഡഡ് ബൈ മോളാർ മാസ് എത്രയാ? ഡൈബ്രോമിന്റെ മോളാർ മാസ് നമുക്ക് എത്രയാ? ഇറ്റ് ഈസ് 160 ഇൻറ്റു DA, ഡെൻസിറ്റി ഓഫ് സോൾവെന്റ് എത്രയാ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്? 1.6 ഇൻറ്റു വോള്യൂം എത്രയാ? സോൾവെന്റിന്റെ വോള്യൂം. സോൾവെന്റിന്റെ വോള്യൂം എത്രയാ? സൊല്യൂഷൻ 100 ml ആണ്, അതിൽ സൊല്യൂട്ട് 10 ml ആണ് എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന 90 ml അല്ലേ സോൾവെന്റ്. ഇവിടെ ചൂസ് ചെയ്ത് ചെയ്യണം കേട്ടോ. ഇതിവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇതിവിടെ ഒന്ന് ചൂസ് ചെയ്ത് നോക്കാം. എത്ര കിട്ടും പറഞ്ഞേ?
വേഗം ചെയ്തോ. ഇൻറ്റു 1000. ഇനിയിപ്പോ സൗകര്യമായി. ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുക. വാട്ട് ഈസ് ദി ആൻസർ യു ആർ ഗെറ്റിംഗ്? ഇത് 2 തവണ പോയി. അപ്പൊ ഇവിടെ 20 ഉണ്ട്. അപ്പൊ എനിക്ക് കിട്ടുന്നത് എത്ര? 20/54, 14.4 അല്ലേ? 14.4. 20/14.4 നമ്മൾ ചെയ്യാം. 10⁻²ന്റെ ടേമിലേക്ക് നമുക്ക് കിട്ടണം. 10⁻²ന്റെ ടേമിൽ കിട്ടാൻ വേണ്ടി ഞാൻ 2000/14.4 ചെയ്യണം. യു സോൾവ് ഇറ്റ് ആൻഡ് വാട്ട് ഈസ് ദി ആൻസർ യു ആർ ഗെറ്റിംഗ്? അറൌണ്ട് എത്ര ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക? 14 20 1 തവണ. ബാക്കി നമുക്ക് എത്രയാ? 7ഓളം ബാക്കി വരുന്നുണ്ട്. 70ലേക്ക് വന്നു കഴിഞ്ഞാൽ 14 നമുക്ക് 3 തവണ മാത്രമേ പോവുള്ളൂ. 3 12 5 52. അതില് ബാക്കി നമുക്ക് ഏകദേശം എത്ര വരും? അപ്പൊ ഞാൻ ചെയ്യാണ്. 14.4 × 3 ഒക്കെ നമ്മൾ ചെയ്യുന്നു. 3 12 1 13 1 13 3 1 4 43 ഒക്കെ ചെയ്യുന്നു. ബാക്കി നമുക്ക് സംതിങ് നമുക്ക് ഉണ്ടാവും, which is equal to, you are getting 138 point something വരും, which is 139 × 10⁻². സോ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴേക്ക് എനിക്ക് കിട്ടിയത് എത്രയാ? 139 കിട്ടുക. വെരി ഗുഡ്, വെരി ഗുഡ്. 139 is your answer. 139 ആയിരുന്നു ആൻസർ, ഒരു സംശയമില്ല. അപ്പൊ ഇവിടെയൊക്കെ വന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ, അപ്പൊ ചോദ്യം വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നതാണ്. ശരിക്കും നമ്മളിങ്ങനെ ഇക്വേഷൻ വെച്ച് എഴുതുമ്പോൾ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇത് ശ്രദ്ധിക്കാം. സോൾവെന്റ് കിലോഗ്രാമിൽ വരണ്ടേയും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നോക്ക്, സോൾവെന്റ് കിലോഗ്രാമിൽ വരണം. സോൾവെന്റ് ഗ്രാമിലാണെങ്കിൽ അതിനെ കിലോഗ്രാമിലാക്കാൻ എവിടെ? ഇതിപ്പോ ഗ്രാമില, ബിക്കോസ് 1000 കൊടുത്തപ്പോഴേക്ക് ഓൾറെഡി കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? സോൾവെന്റിന്റെ മാസ് തന്നില്ല, പകരം ഡെൻസിറ്റിയും വോള്യം തന്നെ. അപ്പൊ ഡെൻസിറ്റിന്റെ വോള്യം വെച്ചിട്ടാണ് ഞാൻ സോൾവെന്റിന്റെ മാസ് എഴുതിയത്. ഓക്കെ ആണോ? അതേ ശ്രദ്ധിക്കണ്ട, ആ കൺവേർഷൻ എപ്പോഴും കോൺസെൻട്രേഷൻ ടേമിൽ ഇങ്ങനത്തെ ചോദ്യം വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൺവേർഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ മാസ് ആയിരുന്നു ആവശ്യം, പക്ഷെ ഡെൻസിറ്റിയും വോള്യം തന്നുകൊണ്ട് നമ്മൾ മാസ് കണ്ടുപിടിച്ചു. അത് നിങ്ങൾക്ക് സ്ട്രൈക്ക് ആയില്ലേ? ഒന്ന് ശ്രദ്ധിക്കുക, അതൊന്ന് കെയർഫുൾ ആയിട്ട് അത് ചെയ്യാം. ബിക്കോസ് നമ്മൾ എന്തായാലും അതെ പെറുക്കിയെടുക്കണം. നമ്മൾ എന്തായാലും ഇതിനു വേണ്ടി എഫേർട്ട് ഇടയില്ലേ. അപ്പൊ അത് കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാം, ചെയ്യാം. റെഡി. അപ്പൊ ഇനി ഞാൻ പറയുന്നത് നമുക്കിങ്ങനെ ഇതൊക്കെ ഡയറക്റ്റ് ഇക്വേഷന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടിരിക്കുന്നത്. ഇനിയിപ്പൊ ഇങ്ങനെ തന്നെ വരണമെന്നില്ല. ചിലപ്പോഴും നമുക്ക് റിലേഷൻസ് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, മൊളാലിറ്റി തന്ന മോൾ ഫ്രാക്ഷൻ, അത് കോൺസെപ്റ്റിനെ ആലോചിച്ചിട്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഡയറക്റ്റ് റിലേഷൻസ് പറ്റുമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നവര് അത് ചെയ്യാം. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു KIB/KA × 1000/MA എന്നുള്ളത് പഠിക്കാം. ഇനി മാസ് പെർസെന്റേജും മാസ് ബൈ വോള്യം പെർസെന്റേജും തമ്മിലുള്ള റിലേഷൻ എന്താ? വോള്യം വരുമ്പോൾ ഡെൻസിറ്റി എന്നുള്ള ടേം കൂടി കൊടുത്താൽ മതി. സോ മാസ് ബൈ വോള്യം പെർസെന്റേജ് എന്ന് പറയുന്നത് മാസ് ബൈ മാസ് പെർസെന്റേജ് ഇൻറ്റു ഡെൻസിറ്റി ആണ്. ഇത് നിർബന്ധമായിട്ട് ഓർമ്മിക്കണേ. അതപ്പം തന്നെ പഠിച്ചു വെക്കാം. മൊളാലിറ്റി KIB/KA × 1000/MA. KIB/KA എന്നുള്ളത് മോൾ ഫ്രാക്ഷൻസ് ആണ്. MA എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് ദി സോൾവെന്റ് ആണ്. പെർസെന്റേജ് മാസ് ബൈ വോള്യം ഈസ് ഈക്വൽ ടു പെർസെന്റേജ് മാസ് ബൈ മാസ് ഇൻറ്റു ഡെൻസിറ്റി. പിന്നെ ഇതില് നിങ്ങൾ പഠിക്കേണ്ടുന്ന അടുത്ത ഇക്വേഷൻ ഇതാണ്, മൊളാരിറ്റിയും മാസ് പെർസെന്റേജും തമ്മിലുള്ള റിലേഷൻ. മാസ് പെർസെന്റേജ് തന്ന മൊളാരിറ്റി ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ചെയ്യാലോ. സോ ദാറ്റ് ഈസ് പെർസെന്റേജ് മാസ് ബൈ മാസ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു 10/MB. MB എന്ന് പറയുന്നത് സൊല്യൂട്ട് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എടാ, ഇത്രയും വരുന്ന ഭാഗം പെർസെന്റേജ് മാസ് ബൈ വോള്യം അല്ലേ, ഇൻറ്റു 10/MB എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. മൊളാരിറ്റി ഇൻറ്റു ഡെൻസിറ്റിന്റെ ബൈ ഹാർട്ട് ചെയ്യേണ്ട, അത് നമുക്ക് ആലോചിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. 2019-ലും 21-ലും 23-ലും നമുക്ക് മൊളാരിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഡെൻസിറ്റി വെച്ചിട്ട് ചോദിച്ചു. എന്താ റിലേഷൻ? ദിസ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മൊളാരിറ്റിയുടെ റിലേഷൻ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, മൊളാരിറ്റി വലിയ M ആണ്, മൊളാലിറ്റി കുഞ്ഞ് M ആണ്. അപ്പൊ വലിയമ്മയെ പുറത്തിടണം, കുഞ്ഞമ്മയെ താഴ്ത്തിയിടണം. ദാറ്റ് ഈസ് ദി ഐഡിയ. സോ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വലിയ M ഇൻറ്റു MB/1000 + 1/m. ദിസ് ഈസ് ദ റിലേഷൻ. ഈ റിലേഷൻ വെച്ച് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. Let us see the problem. Let us see this. The density of
3 molar solution of NaCl is 1 gram per ml. Density തന്നിരിക്കുന്നു, molarity തന്നിരിക്കുന്നു, the molality of the solution. ഇതാണ് ചോദ്യം. അപ്പൊ റിലേഷൻ ഡയറക്റ്റ് പറയുന്നതാണ് സൗകര്യം. D is equal to വലിയ m into mb by 1000 plus 1 by കുഞ്ഞ് m. ഡെൻസിറ്റി 1, ഡെൻസിറ്റി ഗ്രാം പെർ എം എൽ തന്നെ കൊടുത്താൽ മതി, ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഗ്രാം പെർ എം എൽ തന്നെ കൊടുക്കുക. അതാണല്ലോ നമ്മൾ എടുക്കുന്ന നോർമൽ യൂണിറ്റ്. മൊളാരിറ്റി 3 ഇൻറ്റു എം ബി എത്രയാ? എം ബി എന്ന് പറയുന്നത് സൊല്യൂട്ടിന്റെ മോളാർ മാസ് ആണ്. NaClന്റെ മോളാർ മാസ് 23 പ്ലസ് 35.5 അല്ലേ, വിച്ച് ഈസ് 58.5. അപ്പൊ എനിക്ക് കിട്ടുന്നത് 58/1000 പ്ലസ് 1/m. ഇത് സോൾവ് ചെയ്യുന്നു, നമുക്ക് ആൻസർ കിട്ടുന്നു. ഡൺ. അപ്പൊ എത്ര പെട്ടെന്ന് നമുക്ക് ആ ഈ റിലേഷൻ അറിയാമെങ്കിൽ മുന്നോട്ട് പോകാൻ നോക്കിയേ. സോ 1/3 ഈസ് ഈക്വൽ ടു 0.0585 ഉണ്ടല്ലേ, പ്ലസ് 1/m ആണ്. 1/3 എന്ന് പറയുന്നത് 0.333 ആണ്, മൈനസ് 0.0585 ആണ്. That is equal to 1/m. So which is equal to you get 8, 4, 5, 3, 7, 3 ഇത് പോയി കഴിഞ്ഞാൽ ബാക്കി 2 ആണ്, 2 ബാക്കി. So m is equal to 1/0.2748. 2748, right? Okay. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 3 പോയിന്റ് എബവ് ആണ്, 3യേക്കാളും കൂടുതലാണ് വരേണ്ടത്. കാരണം 1/0.3 എന്ന് പറയുന്നത് തന്നെ നമുക്ക് 3 വരും അല്ലേ? റെഡി. അപ്പൊ എനിക്ക് കിട്ടുന്നത് ഇത് ഡയറക്റ്റ് നമ്മൾ സോൾവ് ചെയ്യുന്നു. ആൻസറിൽ 10⁻²ന്റെ ടേമിൽ എഴുതണം. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? 10⁻²ന്റെ ടേമിൽ എഴുതുമ്പോഴേക്ക് 100/0.27 നമ്മൾ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, എനിവേ 127 നമുക്ക് 3 പ്രാവശ്യം പോവും, 71 ഉണ്ട്. ബാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 71 ആണ് നമ്മൾ 27 കൊടുക്കുന്നതെങ്കിൽ 27.48 ആണ്. ഞാനത് 27.5 എന്നൊക്കെ എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3, 5, 5, 5, 5, 2 ബാക്കി 3, 9 റെഡി. സോ എനിക്ക് കിട്ടുന്നത് 20 ഇവിടെ ബാക്കി വരുന്നു, അത് 200ലേക്ക് നമ്മൾ മാറ്റുന്നു. സോ നിയർലി നമുക്ക് കിട്ടുന്ന എത്രയാ? 364. വെരി ഗുഡ്, വെരി ഗുഡ്. ഇറ്റ് ഈസ് 364 into 10⁻². That is your answer. 364 will be your answer. You get 364 exactly. സോൾവ് ചെയ്യാം. 364 നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ദ ആൻസർ. പ്രീവിയസ്ലി നമുക്ക് വന്നിരിക്കുന്ന ആൻസർ അത്രയായിരുന്നു, അതായിരുന്നു ആൻസർ. Let us see this question. 5 gram of NaOH was dissolved. നോക്കണേ, 5 gram of NaOH was dissolved in a deionized water to prepare 450 ml stock solution. നമ്മളൊരു സ്റ്റോക്ക് മെയിൻ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. What volume of this solution would be required? ആദ്യം ഞാൻ ഒരു വലിയ ബീക്കറിൽ അല്ലെങ്കിൽ ഒരു വലിയ ജാറിൽ 450 ml സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി. എന്നിട്ട് ഇതിൽ നിന്നും കുറച്ച് വോള്യൂം നമ്മൾ എടുത്തിട്ടുണ്ട്. വാട്ട് വോള്യൂം വിൽ ബി റിക്വയർഡ് ടു പ്രിപ്പയർ 500 ml ഓഫ് 0.1 മോളാർ സൊല്യൂഷൻ എന്നതാണ് ചോദ്യം. അപ്പൊ ഇതിൽ നിന്ന് എത്ര വോള്യൂം നമ്മൾ എടുക്കണം? ഇതിന്ന് കുറച്ച് വോള്യൂം എടുത്തിട്ട് ഞാൻ അതിന് എന്ത് ചെയ്യുന്നു? ഡൈല്യൂട്ട് ചെയ്യുന്നു. ഡൈല്യൂഷൻ ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ഡൈല്യൂഷൻ ലോ. അപ്പൊ ഞാൻ ഇവിടുന്ന് കുറച്ച് വോള്യൂം എന്താ എടുത്തല്ലോ, ഇവിടുത്തെ മൊളാരിറ്റിയും വോള്യൂം തന്നു. ഇവിടുന്ന് എത്ര വോള്യൂം എടുത്തു എന്ന് ചോദ്യം വന്നു. വിച്ച് മീൻസ് എനിക്ക് ഇതിന്റെ മൊളാരിറ്റി അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യം ഞാൻ തന്നിരിക്കുന്ന സിസ്റ്റത്തിന്റെ മൊളാരിറ്റി നോക്കണം, എന്നാലല്ലേ ഗുണമുള്ളൂ. ലെറ്റ് us find മൊളാരിറ്റി. മൊളാരിറ്റി എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. NaOH 40 ആണ്, ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇനി വോള്യൂം മില്ലി ലിറ്ററിലാണെങ്കിലോ 1000/450, 1000 കൂടി കൊടുത്താൽ മതി. അപ്പൊ എനിക്ക് കിട്ടുന്ന എന്താ? ഇതും പോയിട്ടുണ്ട്. 5/5 40 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10/36 എന്ന് നമുക്ക് കിട്ടി. ദിസ് ഈസ് ദ മൊളാരിറ്റി. ഇനി ഈ മൊളാരിറ്റി 10/36 മൊളാരിറ്റിയുള്ള ഈ സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ കുറച്ച് വോള്യൂം എടുത്തത്. ഞാൻ ഇതിനെ M1 എന്ന് വിളിക്കട്ടെ, ഈ വോള്യത്തിന് V1 എന്ന് വിളിക്കട്ടെ. കണ്ടുപിടിക്കേണ്ട വോള്യൂം V1 എന്ന് വിളിക്കാം. നമ്മുടെ കയ്യിലിരിക്കുന്നത് M2 V2. കറക്റ്റ് ആയിട്ട് ഞാൻ കൊടുത്ത റെപ്രസെന്റേഷൻസ് ക്ലിയർ ആണോ?
ഇനിയിപ്പോ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ പറഞ്ഞോളൂ. യു ഡു ഇറ്റ് ആൻഡ് ടെൽ മീ ദി ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ആൻസർ പറഞ്ഞു. സോ M1V1 ഈസ് ഈക്വൽ ടു M2V2. സോ V1 ഈസ് ഈക്വൽ ടു M1 ഇൻറ്റു വോള്യം. വോള്യം ml എടുത്തു, ഇവിടെ നമ്മൾ ml പറയും. ഡിവൈഡഡ് ബൈ മൊളാരിറ്റി 10/36 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എത്രയായി? 36 × 5 5 6 30 5 15 18 180 ml. യുവർ ആൻസർ വിൽ ബി 180. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഡയലൂഷൻ ലോ വെച്ച് നമുക്ക് 180 പറയാം. ശരിക്കും ആലോചിച്ച് നോക്കി, അത് ഈസി അല്ലേ? 2023 തന്നെ ക്വസ്റ്റ്യനാ. അപ്പൊ പല ഷിഫ്റ്റുകളിൽ വന്നിരിക്കുന്ന കോൺസെൻട്രേഷൻ ടേമിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള ചോദ്യം. മൊളാരിറ്റി തന്നിട്ട് ഡെൻസിറ്റി മൊളാരിറ്റിയുടെ റിലേഷൻ. ഇവിടെ നമുക്ക് ഡയലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പൊ ഏത് ചോദ്യവും നമുക്ക് വരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് which are used to express concentration terms of solution from the following. ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ എത്ര പേരാണ് കോൺസെൻട്രേഷൻ ടേം എന്ന ചോദ്യം? മാസ് പെർസെന്റേജ് കോൺസെൻട്രേഷൻ ആണോ? അതെ. സൊല്യൂട്ടിനെയും സൊല്യൂഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മോൾ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണോ? കോൺസെൻട്രേഷൻ നമ്മൾ പറയുന്നിടത്ത് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്തിനെങ്കിലും റിലേറ്റ് ചെയ്യണ്ടേ, താരതമ്യപ്പെടുത്തണ്ടേ? ഇന്നതിൽ ഇത്ര പ്രസന്റ് ആണ്, 1 ലിറ്ററിൽ ഇത്ര മോള് പ്രസന്റ് ആണ്, അങ്ങനെയാ പറയാം. അല്ലാതെ ചുമ്മാ മോള് തന്നു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ പറയാൻ പറ്റുമോ? ഞാൻ പറയാണ്, എന്റെ കയ്യിൽ വെള്ളമുണ്ട്, അതിൽ 100 മോളാണ് എന്റെ കയ്യിൽ വെള്ളം ഉള്ളത്. അത് കോൺസെൻട്രേഷൻ ആയില്ല. എന്റെ കയ്യിൽ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും ഡാറ്റ പറയണ്ടേ? അപ്പൊ അത് മോള് വന്നില്ല. മോൾ ഫ്രാക്ഷൻ വരും, കാരണം സൊല്യൂട്ടിനെയും ടോട്ടൽ സിസ്റ്റത്തിനെയും കമ്പയർ ചെയ്യുന്നു. മൊളാരിറ്റി വരും, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ, ടോട്ടൽ സൊല്യൂഷനെ കമ്പയർ ചെയ്യുന്നു. ppm വരും, സൊല്യൂട്ട് ബൈ ടോട്ടൽ ആണ്, ടോട്ടലിനെ കമ്പയർ ചെയ്തു. മൊളാരിറ്റി വരും, സൊല്യൂട്ടിനെയും നമ്മൾ സോൾവെന്റിനെയും കമ്പയർ ചെയ്തു. ആ ഒരു കമ്പാരിസൺ എപ്പോഴും കോൺസെൻട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ഇതിൽ ഇത്ര പ്രസന്റ് ആണ് എങ്കിൽ കോൺസെൻട്രേഷൻ ടേംസ് പറയുന്നു 1 2 3 4 5 5 പേരാണ് കോൺസെൻട്രേഷൻ ടേംസ് നമുക്ക് പറയുന്നത്. ഇതാ കോൺസെൻട്രേഷൻ ടേംസിൽ നിങ്ങൾ മെയിൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങള്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് പഠിക്കുന്നതിന്റെ കൂടെ ഇതുപോലത്തുള്ള കൺവേർഷൻസ് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, റെഡി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പാർട്ട് കോൺസെൻട്രേഷൻ ടേംസ് കഴിയുമ്പോഴേക്ക് പിന്നെ മൂവ് ഓൺ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഭാഗത്തില് ഫോക്കസ് ചെയ്യേണ്ടത് എന്താ? ഇപ്പൊ തന്നെ ഷോർട്ട് നോട്ടുകളൊക്കെ ഉണ്ടാക്കണം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ മതി എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകും അല്ലെ? റെഡി. പിന്നെ നമ്മൾ സോളിബിലിറ്റി പറഞ്ഞു. ലിക്വിഡിലേക്ക് ഗ്യാസിന് സോഡ ഉണ്ടാക്കുന്നത് നമ്മൾ ആലോചിച്ചാൽ മതി. എന്ത് ചെയ്യണം? സോളിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസിന്റെ സോളിബിലിറ്റി കുറയാ ചെയ്യുക. ഞാൻ ഇതിനെ ചൂടാക്കുമ്പോൾ ഇതിനകത്തുള്ള ഗ്യാസ് ഒക്കെ പുറത്തേക്കാ വരിക. അങ്ങനെ നമുക്ക് ഗ്യാസിന്റെ സോളിബിലിറ്റി തീരുമാനിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. പ്രഷർ പറയുന്നതാണ് നമ്മൾ ഹെൻറീസ് ലോയിൽ കണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞേ? പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ, ഓർ പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ എന്ന് വെച്ച് നമുക്ക് ഡയറക്റ്റ് KHന്റെ വാല്യൂസ് ഒക്കെ തന്നിട്ടുള്ള ചോദ്യങ്ങൾ വരാം. പിന്നെ ഇതിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കാനുള്ളത്? എന്റെ കയ്യില് KH സോളിബിലിറ്റിയും കൈയും തമ്മിലുള്ള റിലേഷൻ, കൈ ഈസ് ഈക്വൽ ടു P/KH, അഥവാ സോളിബിലിറ്റി KHന് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്, വിച്ച് ഈസ് എൻ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. സോളിബിലിറ്റി കൂടിയ ആൾക്കാരുടെ KHന്റെ വാല്യൂ കുറവായിരിക്കും. അങ്ങനെ ഇത് രണ്ടും നേരെ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് എന്നാലോചിച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് തന്നിരിക്കുന്നു. സോളിബിലിറ്റി വേഴ്സസ് പ്രഷർ ആണ്. ഓക്സിജന്റെ സോളിബിലിറ്റി ഉണ്ട്, നൈട്രജന്റെ സോളിബിലിറ്റി ഉണ്ട്, ഹീലിയത്തിന്റെ സോളിബിലിറ്റി ഉണ്ട്. ഇതിൽ സോളിബിലിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണെന്ന് പറഞ്ഞേ? സോളിബിലിറ്റി. അത് വളരെ എളുപ്പാ. സോളിബിലിറ്റി ഭാഗം കൂടിയിരിക്കുന്നത് ആർക്കാന്ന് നോക്കിയാ പോരെ? ചെറിയ പ്രഷറിൽ തന്നെ മാക്സിമം സോളിബിലിറ്റി തന്നിരിക്കുന്നത് ആരാ? മാക്സിമം സോളിബിലിറ്റിയുടെ വാല്യൂ തന്നിരിക്കുന്നത്. സോളിബിലിറ്റിയുടെ ഓർഡർ എങ്ങനെയാ? ഓക്സിജൻ, നൈട്രജൻ, ഹീലിയം. ഇതാണ് സോളിബിലിറ്റിയുടെ ഓർഡർ. ഓക്സിജൻ ആണ് സോളിബിലിറ്റി കൂടുതൽ. ഒരു പ്രഷർ എടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ ആ സോളിബിലിറ്റി കൂടുതൽ, പിന്നെ നൈട്രജൻ, പിന്നെ ഹീലിയം. എങ്കിൽ KHന്റെ വാല്യൂ എന്താ? സോളിബിലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് KH. സോ ദിസ് ഈസ് ഹീലിയം, നൈട്രജൻ, ഓക്സിജൻ. അങ്ങനെ ഗ്രാഫിൽ നിന്നൊക്കെ സോളിബിലിറ്റിയും ഇതൊക്കെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ KH ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്. സോളിബിലിറ്റി കൂടുതലുള്ളവരുടെ KH വാല്യൂ കുറവാണ്. ഇനി ടെമ്പറേച്ചർ കൂടുമ്പോ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടുമ്പോ സോളിബിലിറ്റി കുറയില്ലേ? സോളിബിലിറ്റി കുറയുമ്പോ KH വാല്യൂ കൂടും, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്. അപ്പൊ KH വാല്യൂ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് പറയണ്ടേ.
സോലിബിലിറ്റി കുറയുമ്പോൾ KHന്റെ വാല്യൂ കൂടും എന്നുള്ളത് ശ്രദ്ധിക്കുക. KHന്റെ ഓർഡർ നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കാരെ തന്നെ നിങ്ങൾക്ക് ഓർഡർ പറയാൻ സാധിക്കണം. എങ്ങനെ? എന്റെ ചോദ്യം ഇതാണ്. ഐ ഗിവ് യു ഹീലിയം അറ്റ് 293 Kelvin ആൻഡ് ഹീലിയം അറ്റ് 303 Kelvin. ഇതില് KHന്റെ ഓർഡർ പറയുക. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, രണ്ടും ഒരേ ഗ്യാസ് ആണ്. 293യും 303 ആണല്ലോ നമുക്കുള്ളേ. അപ്പൊ ഏത് ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലിബിലിറ്റി കുറയും. സോലിബിലിറ്റി കുറയുമ്പോൾ KHന്റെ വാല്യൂ കൂടും. സോ ഏതിനാണോ ടെമ്പറേച്ചർ കൂടുതൽ അതിന്റെ KHന്റെ വാല്യൂ കൂടുതലായിരിക്കും. വെരി ഈസി. ടെമ്പറേച്ചർ കൂടുമ്പോൾ KHന്റെ വാല്യൂ കൂടും. അങ്ങനെ ആലോചിച്ചാൽ മതി. അതാണ് NCERTയിലുള്ള ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഇൻസൈറ്റ്. ഓക്സിജന്റെ തന്നെ 2 വാല്യൂസ് എടുത്തു നോക്കടാ. ഓക്സിജൻ 293 KH 34. എന്നാൽ ടെമ്പറേച്ചർ കൂടിയപ്പോ KH കൂടി, കാരണം സോലിബിലിറ്റി കുറഞ്ഞു. അങ്ങനെ നമുക്ക് ഇവരുടെ ഓർഡേഴ്സ് പറയാൻ സാധിക്കും. അപ്പോൾ സോലിബിലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് KH എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. KH ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗ്യാസിനെയും ടെമ്പറേച്ചറിനെയും ആയിരിക്കും. ഓക്കെ. ഹെൻറീസ് ലോയുടെ ആദ്യത്തെ ഭാഗം കഴിയുമ്പോൾ നമ്മുടെ സിലബസ് പ്രകാരം നമുക്കിനി വരുന്നത് വേപ്പർ പ്രഷർ ആണ്. നമ്മൾ ഇനി ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത് വേപ്പർ പ്രഷേഴ്സിനെയാണ്. എങ്ങനെയാ വേപ്പർ പ്രഷേഴ്സ് ഉണ്ടാകുന്നത്? വെരി ഈസി. എന്റെ കയ്യിലൊരു ബീക്കർ ഉണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു ലിക്വിഡ് ആണ്. ലിക്വിഡുകൾ ഇവാപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ബിക്കോസ് ലിക്വിഡ് വിൽ കൊളൈഡ്. കൊളീഷൻ നടക്കുമ്പോൾ ചിലത് തെറിച്ചു പോവും, സ്വാഭാവികം. അങ്ങനെ കൊളീഷൻ നടന്ന് സർഫേസിൽ വരുന്നവര് ഒരിക്കലും അകത്തുള്ളത് തെറിച്ച് പുറത്തേക്ക് വരൂല. അകത്തുള്ളവരൊക്കെ കൂട്ടിമുട്ടിയാൽ അവിടെ തന്നെ നിൽക്കും. സർഫേസിലുള്ളവർ തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ തെറിച്ചു പോകും. അങ്ങനെ തെറിച്ചു പോകുന്ന ആൾക്കാരാണ് വേപ്പേഴ്സ്. അപ്പൊ ഈ വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയാ. പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പേഴ്സ് ഓൺ ഇറ്റ്സ് ഓൺ സർഫേസ്. ഇവിടെ നമുക്ക് ആരാണ് കൂടുതൽ വേപ്പർ പ്രഷർ തരിക എന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ആൾക്കാർ വോളറ്റൈൽ ആണെങ്കിൽ പെട്ടെന്ന് തരൂലേ? അപ്പൊ ആ രീതിയിൽ ഇപ്പൊ നെയിൽ പോളിഷ് റിമൂവർ അസറ്റോണും വാട്ടറും എടുത്തു. ആർക്കാ വേപ്പർ പ്രഷർ കൂടുതൽ? അസറ്റോണിനാ. കാരണം അസറ്റോൺ പെട്ടെന്ന് വോളറ്റൈല, പെട്ടെന്ന് ആവിയായി പോകും, കുറെ വേപ്പേഴ്സിന് തരും. വാട്ടർ അത്ര പെട്ടെന്നൊന്നും വേപ്പേഴ്സിന് തരില്ല. വെള്ളത്തിൽ ഹൈഡ്രജൻ ബോണ്ടിങ് കിടക്കുക, അതിനങ്ങനെ എസ്കേപ്പ് ചെയ്യാനുള്ള കഴിവ് കുറയും കമ്പയർ ചെയ്യുമ്പോൾ. അതാണ് വേപ്പർ പ്രഷറിനെ പറ്റി ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ വേപ്പേഴ്സ് കൂടും. നിങ്ങൾ ചൂടാക്കുമ്പോൾ കൂടുതൽ വേപ്പേഴ്സ് തരും. എളുപ്പാ, സ്വാഭാവികമാണ്. അപ്പൊ ടെമ്പറേച്ചറും വേപ്പർ പ്രഷറും തമ്മിലുള്ള റിലേഷൻ അറീനിയസ് കോൺസെപ്റ്റ് പഠിച്ച ഒരാൾക്ക്, കെമിക്കൽ കൈനറ്റിക്സ് പഠിച്ച ഒരാൾക്ക് എളുപ്പാ. കൈനറ്റിക്സിൽ നമ്മൾ പഠിച്ചില്ലേ, ലോഗ് K2/K1 ഈസ് ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി ബൈ 2.303 R 1/T1 - 1/T2. അവിടെ ആക്ടിവേഷൻ എനർജി ആയിരുന്നു അറീനിയസ് കോൺസെപ്റ്റില്. K റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ വേപ്പർ പ്രഷറും എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷനും. സോ ദാറ്റ് ഈസ് ഈസി. അപ്പൊ ഇങ്ങനെ നമുക്ക് ടെമ്പറേച്ചറിനനുസരിച്ചിട്ടുള്ള മാറ്റം നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ വേപ്പർ പ്രഷർ കൂടി ഒരാൾ എപ്പോഴാ ബോയിൽ ചെയ്യുക? ഒരാളുടെ ഇപ്പൊ ടെമ്പറേച്ചർ വേഴ്സസ് വേപ്പർ പ്രഷർ ഞാൻ കാണിച്ചാൽ ഒരു സിസ്റ്റത്തിന് നോർമലി ഒരു വേപ്പർ പ്രഷർ ഉണ്ടാവും. സോ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വേപ്പേഴ്സ് കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. ആൻഡ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫറിക് പ്രഷറിനോട് ഈക്വൽ ആവും. അങ്ങനെ ഈക്വൽ ആകുമ്പോഴാണ് ബോയിലിംഗ് നടന്നു എന്ന് നമ്മൾ പറയാ. ഓർക്കണേ, അതാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. സോ ബോയിലിംഗ് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയായിരുന്നു. അറ്റ്മോസ്ഫറിക് പ്രഷർ കൂടുതലാണെങ്കിൽ ബോയിലിങ്ങിന് സമയം കൂടുതൽ എടുക്കും. അറ്റ്മോസ്ഫറിക് പ്രഷർ കുറവാണെങ്കിൽ പെട്ടെന്ന് ബോയിൽ ചെയ്യും. ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വെരി ഗുഡ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2023 ചോദ്യം ഇത് നിങ്ങൾ പറഞ്ഞേ. ദ വേപ്പർ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ കർവ്. Vapor pressure versus temperature curve for a solution and a solvent system is shown below. The boiling point of the solvent is. Solvent inde boiling point parayuക. ഇതാണ് solvent. Solvent inde boiling point നിങ്ങൾ പറയണം. Boiling point of solvent. Boiling point of solvent എത്രയാണെന്ന് പറയുക. പറഞ്ഞേ. വെരി ഈസി. അപ്പൊ ഞാൻ നോക്കി സോൾവെന്റിന്റെ ഗ്രാഫ് നോക്കുന്നു. എപ്പോഴാണോ 1 atm എന്ന അറ്റ്മോസ്ഫറിക് പ്രഷറിനോട് ഈക്വൽ ആകുന്നത്
അതാണ് ബോയിലിംഗ് പോയിന്റ്. സോ ദാറ്റ് ഈസ് 82. നമ്മുടെ ആൻസർ 82 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡിഗ്രി സെൽഷ്യസിലാണോ തന്നെ? അതെ, 82. അത് സൊല്യൂഷൻ ആയിരുന്നെങ്കിൽ 83 ആ, പക്ഷെ സോൾവെന്റ് എന്ന് പറഞ്ഞതുകൊണ്ട് 82. വെരി ഈസി ഇന്റിജർ ക്വസ്റ്റ്യൻ, റൈറ്റ്? എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റി. റെഡി. ഇനി നമുക്ക് അങ്ങനെ നമ്മൾ ഇവരുടെയൊക്കെ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. വേപ്പർ എന്താന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്റെ കയ്യിലിരിക്കുന്ന ഒരു സോൾവെന്റ് എസ്കേപ്പ് ചെയ്തു പോകുന്ന ആളാണ് വേപ്പേഴ്സ്. ഇനി ഞാൻ രണ്ടുപേരെ മിക്സ് ചെയ്ത, രണ്ടാൾക്കാരെ മിക്സ് ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പൊ എനിക്ക് 2 ടൈപ്പ് വേപ്പേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയാൻ രണ്ടുപേരുടെയും വേപ്പേഴ്സിനെ ഞാൻ ആഡ് ചെയ്യണം. അത് ഡാൽട്ടൺസ് ലോയിലും റാവൾസ് ലോയിലും ഒക്കെ പറയുന്നു. ഇങ്ങനെ ലിക്വിഡ് സൊല്യൂഷൻസിനെയോ സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസിനെയോ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ് റാവൾസ് ലോ. റാവൾസ് ലോ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ആ ഇക്വേഷൻ തന്നെ നമ്മൾ അറിയണം, അല്ലെ? 2 ലിക്വിഡ് ഉണ്ട്. 2 ലിക്വിഡിന്റെയും കൂടി ടോട്ടൽ വേപ്പർ പ്രഷർ കിട്ടാൻ എയുടെയും ബിയുടെയും കൂടി ആഡ് ചെയ്യണം. എയുടേത് എങ്ങനെയാ? P0A/A, വേർ P0A പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറാ. കൈ എ എന്ന് പറയുന്നത് സൊല്യൂഷനിനകത്ത്, അത് ശ്രദ്ധിക്കണേ. കൈ എ എന്ന് പറയുന്നത് എന്താ? സൊല്യൂഷനിനകത്ത് ലിക്വിഡ് ഫേസിൽ എത്ര എ ഉണ്ട്? മോൾ ഫ്രാക്ഷനാ. പ്ലസ് P0B കൈ ബി. അവിടെ കൈ ബി എന്ന് പറയുന്നതും റാവൾസ് ലോയിൽ എപ്പോഴും ഉദ്ദേശിക്കുന്നത്, റാവൾസ് ലോയിൽ റെപ്രസെന്റ് ചെയ്യുന്ന മോൾ ഫ്രാക്ഷൻ എപ്പോഴും ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതാണ്. വേപ്പർ സ്റ്റേറ്റിലുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. വേപ്പർ സ്റ്റേറ്റിലുള്ളതിന് നമുക്ക് YA YB എന്നൊക്കെ വിളിക്കാം. അത് ഡാൽട്ടൺസ് ലോയിലാ വരിക. ഡാൽട്ടൺസ് ലോ ആണ് ഗ്യാഷ്യസിന്റെ മോൾ ഫ്രാക്ഷൻസിനെ പറ്റി സൂചിപ്പിക്കുന്നത്. ഇവര് റാവൾസ് ലോ ആണ്. അപ്പൊ റാവൾസ് ലോയിൽ ടോട്ടൽ പ്രഷർ കിട്ടാനുള്ള ഇക്വേഷൻ നമുക്ക് പറയാം. PA പ്ലസ് PB ഓർ P0A/A പ്ലസ് P0B P0B. വെരി ഗുഡ്, വെരി ഗുഡ്. അത് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മിക്സ് ചെയ്യുന്നതിന്റെ ഡയഗ്രം ഒന്നും ഇനി ഞാൻ പറയണ്ട. പക്ഷെ ഗ്രാഫ് ഈസ് ഇമ്പോർട്ടന്റ്. വേപ്പർ പ്രഷർ വേഴ്സസ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഞാൻ എടുത്തു. പ്രഷർ വേഴ്സസ് എ. ഇപ്പൊ ഇത് എ ആണെന്ന് വിചാരിക്കുക. അപ്പൊ കൈ എ ഇനീഷ്യലി 0, കൈ എ മാക്സിമം ആകുന്നു. കൈ എ 0 ആണെങ്കിൽ പ്രഷർ 0, പിന്നെ കൂടി 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 മാക്സിമം എത്തി. സോ ദാറ്റ് ഈസ് P0A. സിമിലർലി ഞാൻ കൈ ബി വേഴ്സസ് വേപ്പർ പ്രഷർ എടുത്തു. കൈ ബി 0 ആണെങ്കിൽ ബി ഇല്ലെങ്കിൽ ബിക്ക് പ്രഷർ ഇല്ല. ബി കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടി കൂടി വന്നു. സോ ദിസ് ഈസ് P0B. 2 പേരെയും നമ്മൾ ഒരുമിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രാഫ് നമുക്ക് കണ്ടത്. കൈ എ 0 തൊട്ട് 1 വരെ, അപ്പൊ കൈ ബി 0 തൊട്ട് 1 വരെ. കൈ ബി 1 ആകുമ്പോൾ ദാറ്റ് ഈസ് യുവർ P0B. കൈ എ 1 ആകുമ്പോൾ ദാറ്റ് ഈസ് യുവർ P0A. ടോട്ടൽ പ്രഷർ കിട്ടി PA പ്ലസ് PB. ഇതാണ് റാവൾസ് ലോയുടെ റെപ്രസെന്റേഷൻ ആയിട്ട് പറയുന്നത്. റാവൾസ് ലോയുടെ ഈ റെപ്രസെന്റേഷനിൽ എന്റെ ഒരു ചോദ്യം ഉണ്ട്. ചോദ്യം ഇതാണ്: എയിലും ബിയിലും ആരാ കൂടുതൽ വോളറ്റൈൽ എന്ന് പറഞ്ഞേ? ആരാണ് മോർ വോളറ്റൈൽ? നിങ്ങൾക്ക് അത് P0Aയും P0Bയും വെച്ച് പറയാം. P0A എന്ന് പറഞ്ഞ എ മാത്രമായിരുന്നപ്പോഴുള്ള പ്രഷർ അത് വളരെ കൂടുതലല്ലേ? ബി മാത്രമായിരുന്നപ്പോഴുള്ള പ്രഷർ കുറവാണ്. സോ വി അണ്ടർസ്റ്റാൻഡ് ഏതിനാണോ P0A കൂടുതൽ അതാണ് മോർ വോളറ്റൈൽ. വെരി ഈസി. അത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ലെറ്റ് us do this problem. ഈ ചോദ്യം ഒന്ന് നോക്കൂ. 23 തന്നെ ചോദ്യമാണേ. ദി ടോട്ടൽ പ്രഷർ ഒബ്സർവ്ഡ്. ഭയങ്കര എളുപ്പമാണ്. റാവൾസ് ലോ വളരെ ഈസി ക്വസ്റ്റ്യനേ വരുള്ളൂ. ദി ടോട്ടൽ പ്രഷർ ഒബ്സർവ്ഡ് ബൈ മിക്സിംഗ് 2 liquids A and B is 350. എയും ബിയും കൂടി മിക്സ് ചെയ്തപ്പോ 350 ആണ് ടോട്ടൽ പ്രഷർ കിട്ടിയത്. ആൻഡ് വെൻ ദ മോൾ ഫ്രാക്ഷൻസ് ആർ 0.7 and 0.3 of A and B respectively. ഓക്കെ, ഒന്നാമത്തെ ഡാറ്റ തന്നു. The total pressure becomes 410 mm of mercury if the mole fractions are changed to 0.2 and 0.8 respectively for A and B. What is the vapor pressure of pure A? 2 ഡാറ്റ തന്നിരിക്കുകയാണ്. എയും ബിയും കൂടി മിക്സ് ചെയ്തപ്പോഴുള്ള 2 കണ്ടീഷൻ തന്നിരിക്കുകയാണ്. 2 കണ്ടീഷനിൽ നമുക്ക് റാവൾസ് ലോയുടെ ഇക്വേഷൻ എഴുതി നോക്കാലോ, അല്ലേ? നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കാം. അതെ,
ആദ്യത്തെ കേസിൽ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ടോട്ടൽ പ്രഷർ ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞത് P0A കൈ എ പ്ലസ് P0B കൈ ബി ആണ്. അപ്പൊ ഇവിടെ എനിക്കുള്ള ആദ്യത്തെ ഇക്വേഷൻ ടോട്ടൽ പ്രഷർ 350 mm ഓഫ് മെർക്കുറി ഈസ് ഈക്വൽ ടു കൈ എ എത്രയാ 0.7 P0A പ്ലസ് കൈ ബി 0.3 P0B. സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷനിൽ 410 mm ആണ് ടോട്ടൽ പ്രഷർ. ആ സമയത്ത് കൈ എ 0.2 P0A പ്ലസ് 0.8 P0B. യു ഗെറ്റ് ദി സെക്കൻഡ് ഇക്വേഷൻ. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് P0A ആയതുകൊണ്ട് ഞാൻ P0Bനെ ഇക്വേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ അതിന് ഫസ്റ്റ് ഇക്വേഷനെ 8 വെച്ചും സെക്കൻഡ് ഇക്വേഷനെ 3 വെച്ചും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദാറ്റ് ആദ്യത്തെ ഇക്വേഷൻ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 40 24 4 28 2800 ഈസ് ഈക്വൽ ടു 5.6 P0A plus 2.4 P0B. So this is your next equation. Third equation. അടുത്തയാൾ എന്താ സംഭവിക്കുക? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 1230 ഈസ് ഈക്വൽ ടു 0.6 P0A പ്ലസ് 2.4 P0B. ഇപ്പൊ 2 ഇക്വേഷൻ ആയി. 3 4. ഞാൻ എന്ത് ചെയ്യാണ്? 3 4 മൈനസ് ചെയ്യുന്നു. 2800 1230 മൈനസ് ചെയ്യുമ്പോൾ 1570 is equal to 5.6 P0A എന്ന് 0.6 പോകുമ്പോഴേക്ക് 5 P0A. So P0A is equal to 1570 by 5 3 5 15 314 mm of mercury. Your answer is P0A is equal to 314 mm. 314 ആണ് ആൻസർ. ഡയറക്റ്റ് ചോദ്യ. പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന അതേ പാറ്റേണിലെ ഈ ചോദ്യം 2023 വന്നേ. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് നിങ്ങളോട് പറയുന്നത്. അതിനാണ് ഈ മിഷൻ 99 ഡേയ്സിലുള്ള മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ അതേ പാറ്റേണിൽ നമുക്ക് JEE മെയിൻ ചോദ്യങ്ങൾ വരുന്നു. അത് മനസ്സിലാക്കണം നമ്മൾ. ഓക്കെ, റെഡി. അപ്പൊ റൗൾസ് ലോ ആയി ബന്ധപ്പെട്ട് 2 പേരെ ഡയറക്റ്റ് കമ്പൈൻ ചെയ്യുമ്പോൾ ടോട്ടൽ പ്രഷർ കിട്ടാൻ P0A കൈ എ പ്ലസ് P0B കൈ ബി നമ്മൾ ചെയ്താൽ മതി. പ്രോപ്പർ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഇനി ഞാൻ ഡാൾട്ടൺസ് ലോ, നേരത്തെ ഡാൾട്ടൺസ് ലോ കൂടി നമ്മൾ പറഞ്ഞല്ലോ. ഡാൾട്ടൺസ് ലോ പറഞ്ഞത് എന്താ? ടോട്ടൽ പ്രഷർ ഓഫ് എ ഗ്യാഷ്യസ് മിക്സ്ചർ ഈസ് ഈക്വൽ ടു PA പ്ലസ് PB. ഇനി ഒരാളുടെ പാർഷ്യൽ പ്രഷർ എങ്ങനെയാ നമുക്ക് കിട്ടുക? അത് ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ആണ്. പക്ഷെ ആ മോൾ ഫ്രാക്ഷൻ ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കണം. റൗൾസ് ലോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? റൗൾസ് ലോയിൽ പറഞ്ഞിരിക്കുന്ന പാർഷ്യൽ പ്രഷർ PA ഈസ് ഈക്വൽ ടു P0A കൈ എ എന്ന് പറഞ്ഞിരിക്കുന്ന കൈ എ എന്താ? ലിക്വിഡിലുള്ള സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷനാ. എന്നാൽ ഇവിടെ വേപ്പറിലുള്ള മോൾ ഫ്രാക്ഷൻ ആണ് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. 2 പേരെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റൗൾസ് ലോ പറയുന്നു PA ഈസ് ഈക്വൽ ടു P0A കൈ എ. ഡാൾട്ടൺസ് ലോ പറയുന്നു PA ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു കൈ എ. ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് YA. അപ്പൊ കൈ എന്ന് പറയുന്നത് സൊല്യൂഷനിലുള്ളതും YA എന്നുള്ളത് വേപ്പറിലുള്ളതുമാണ്. സോ രണ്ടും സെയിം ആണ് കേട്ടോ. P0A കൈ എ ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു YA എന്നൊക്കെ നമുക്ക് എഴുതാം. ബിക്കോസ് രണ്ടും സെയിം ആണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. ദി ടോട്ടൽ പ്രഷർ ഓഫ് എ മിക്സ്ചർ ഓഫ് നോൺ റിയാക്ടിങ് ഗ്യാസസ്. നോൺ റിയാക്ടിങ് ഗ്യാസസ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത് എക്സും വൈയും. എക്സ് 0.6 ഗ്രാം ആണ്, Y 0.45 ഗ്രാം ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. അതിന്റെ ടോട്ടൽ പ്രഷർ 740 mm ആണ്. തന്നിരിക്കുന്നതെല്ലാം ഗ്യാസസ് ആണ്, ലിക്വിഡ് അല്ല. എങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് എക്സ് ചോദിച്ചു. അപ്പൊ ഒരു ഗ്യാഷ്യസ് മിക്സ്ചർ തന്നിട്ട് പാർഷ്യൽ പ്രഷർ ചോദിച്ചാൽ ഡാൾട്ടൺസ് ലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് എക്സ്. ടോട്ടൽ പ്രഷർ തന്നു കഴിഞ്ഞിരിക്കുന്നു 740. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അതിന് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എക്സ് 0.6 ബൈ മോളാർ മാസ് അല്ലെ, 0.3/10 അല്ല, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3/10 വിച്ച് ഈസ് ഈക്വൽ ടു 3/100. Number of moles of Y is equal to mass 0.45 by molar mass which is equal to 1/100. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാ? എക്സും വൈയും കൂടി ആഡ് ചെയ്യാ. 3/100 പ്ലസ് 1/100 4/100. എങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എക്സ് എത്രയാ?
മോൾ ഫ്രാക്ഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എക്സ് 3/100 divided by total 4/100. So that is equal to 3/4. അല്ലേ? 2 1 3 26 1 7 14 200 അല്ല 3 1 3 23 370. വീണ്ടും നമ്മൾ നോക്കുന്നു 1 2 2 1 8 8 16 185 ഇൻറ്റു 3 3 5 15 5 ബാക്കി 24 24 5 2 ബാക്കി 3 4 5 555 mm. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യു ഗെറ്റ് 555 mm ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ അവിടെ നിങ്ങൾ എന്തുകൊണ്ട് ഡാൾട്ടൺസ് ലോ എടുത്തു എന്നാ മനസ്സിലാക്കണ്ടേ? കാരണം ഗ്യാഷ്യസ് സിസ്റ്റം തന്നെ. എന്താ റാവൽസ് ലോ എടുക്കാത്തെ? റാവൽസ് ലോ എടുക്കണമെങ്കിൽ 2 ലിക്വിഡ് സിസ്റ്റത്തിന് തരണ്ടേ? സോ ദിസ് ഇസ് എ ഗ്യാഷ്യസ് സിസ്റ്റം, വി അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഡാൾട്ടൺസ് എടുക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ലിക്വിഡ് സൊല്യൂഷന്റെ റാവൽസ് ലോ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. റാവൽസ് ലോയും ഡാൾട്ടൺസ് ലോയും തമ്മിലുള്ള റിലേഷനും പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ? ഇനി എന്റെ കയ്യില് ലിക്വിഡിനെ മാറ്റിയിട്ട് സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ വന്നു എന്ന് വിചാരിക്കാം. സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസ് വരുമ്പോ നേരത്തെ പറഞ്ഞത് പ്രകാരം ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് PA + PB അഥവാ റാവൽസ് ലോ പ്രകാരം P0A KA + P0B KB ആണ്. പക്ഷെ ഇവിടെ ബി എന്ന് പറയുന്ന സൊല്യൂട്ട് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണെന്ന് വിചാരിക്കുക. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് അഥവാ സോളിഡ് ആണ്, അത് ആവിയായി പോവില്ല. അപ്പൊ പിന്നെ ബിയുടെ ടേം മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടായില്ലേ? ടോട്ടൽ പ്രഷർ PA മാത്രമേ ആകുള്ളൂ, PB വരൂല. ബി ഇല്ല, വേപ്പർ ഇല്ലടാ. സോ PA വിച്ച് ഈസ് ഈക്വൽ ടു P0A KA. ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷറിനുള്ള എക്സ്പ്രഷൻ പഠിച്ചത്. എന്താ? KB ഈസ് ഈക്വൽ ടു P0A - PA ഡിവൈഡഡ് ബൈ P0A. ഏതെങ്കിലും അൺനോൺ ആയിരിക്കുന്ന ഒരു മാസ് കണ്ടുപിടിക്കാൻ, മോളാർ മാസ് കണ്ടുപിടിക്കാനൊക്കെ ചോദ്യം വന്നാൽ P0A - PA ബൈ PA ഈസ് ഈക്വൽ ടു NB ബൈ NA എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പൊ ഇത്ര ഇക്വേഷൻസ് പഠിച്ചു വെക്കാം. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഇത്രയും നമ്മൾ പഠിച്ചു വെക്കണം. റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ എന്ന ഇതിനെ പറയാ ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ ബൈ ടോട്ടൽ. റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ആണത്. ലെറ്റ് us see questions. ചോദ്യങ്ങൾ നോക്കണം നമുക്ക്. എന്താ ചോദ്യം? See this. Vapor pressure of 30% mass by volume aqueous solution of glucose is -mm. പെട്ടെന്ന് ചോദ്യം കാണുമ്പോൾ ഒന്നും ക്ലിക്ക് ആവുന്നില്ലെന്ന് വിചാരിക്കുക. ക്ലിക്ക് ആവും, ഡോണ്ട് വറി. ബട്ട് എനിവേ തന്ന ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്താൽ മതി. എന്താ തന്നിരിക്കുന്ന ഡാറ്റ? 30% മാസ് ബൈ വോള്യം സൊല്യൂഷൻ. 30% മാസ് ബൈ വോള്യം എന്ന് പറഞ്ഞാൽ 100ൽ 30 എന്ന് അർത്ഥം. അപ്പൊ എന്റെ കയ്യിൽ 30 gram ആണ് സൊല്യൂട്ട് ഉള്ളത്. സൊല്യൂട്ട് ഗ്ലൂക്കോസ് ആണ്. എത്രയാണ് വോള്യം തന്നിരിക്കുന്നത്? 100 ml. 100 ml സൊല്യൂഷൻ അല്ലേ? ടോട്ടലിലാണ് നമ്മൾ പറയുന്നത്. ശരി. Density of 30% by volume aqueous solution of glucose is 1.2 gram per centimeter cube. So density തന്നു. ആരുടെ ഡെൻസിറ്റി? സൊല്യൂഷന്റെ ഡെൻസിറ്റി. അവിടെയാണ് നിങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത്. കാരണം ചില സമയങ്ങളിൽ ഇങ്ങനെ സൊല്യൂഷന്റെ തരാണ്ട് സോൾവെന്റിന്റെ ഒക്കെ തരും. അപ്പൊ അത് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇവിടെ സൊല്യൂഷന്റെ എന്ന് പറഞ്ഞിട്ടില്ലേ, എക്കോ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൊല്യൂഷന്റെ ഡെൻസിറ്റിയും തന്നു, g/ml. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ. പ്യുവർ വാട്ടറിനെയാണ് P0A എന്ന് വിളിക്കുക. അതും നമുക്ക് തന്നു, 24 mm ഓഫ് മെർക്കുറി. അപ്പൊ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് PA അല്ലേ കണ്ടുപിടിക്കണ്ടേ? സൊല്യൂഷൻ്റെതാ കണ്ടുപിടിക്കണ്ടേ. ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം. P0A - PA ഡിവൈഡഡ് ബൈ PA ഈസ് ഈക്വൽ ടു NB ബൈ NA. അറിയാത്ത ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ആണല്ലേ. P0A 24. ഞാൻ വേണമെങ്കിൽ 24 എടാ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലോ. ഇറ്റ് ഈസ് P0A ബൈ PA മൈനസ് PA ബൈ PA. സോ ദിസ് ഈസ് 24 ബൈ PA മൈനസ് PA ബൈ PA 1 ആണ്. ഈസ് ഈക്വൽ ടു NB. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എത്രയാ? മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ്. 30/150 അല്ലേ ഗ്ലൂക്കോസിന്റെ മോളാർ മാസ്? അതെ. ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ്. ശരിടാ, സോൾവെന്റിന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? സോൾവെന്റിന്റെ ഒന്നും പറഞ്ഞില്ലല്ലോ. സൊല്യൂഷന്റെ പറഞ്ഞിട്ടുണ്ട്. സൊല്യൂഷന്റെ വോള്യവും ഉണ്ട്, സൊല്യൂഷന്റെ ഡെൻസിറ്റി ഉണ്ട്. എങ്കിൽ സൊല്യൂഷന്റെ മാസ് എത്രയാ? ഡെൻസിറ്റി മാസ് ബൈ വോള്യം ആണ്.
അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോള്യം ആണ്. സൊല്യൂഷന്റെ മാസ് എന്ന് പറയുന്നത് സൊല്യൂഷന്റെ ഡെൻസിറ്റി ഇൻറ്റു സൊല്യൂഷന്റെ വോള്യം 120 ഗ്രാം. എനിക്കിവിടെ വേണ്ടത് സൊല്യൂഷന്റെ ആണോ? അല്ല, സോൾവെന്റിന്റെ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. സൊല്യൂഷന്റെ കിട്ടിയ എങ്ങനെയാ സോൾവെന്റ് കണ്ടുപിടിക്കുക? സോൾവെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ സൊല്യൂഷനിൽ നിന്നും സൊല്യൂട്ടിനെ മൈനസ് 30 ഗ്രാം അല്ലേ? അപ്പൊ 120 ഗ്രാം എന്ന് 30 ഗ്രാം പോയാൽ എത്രയാ നിങ്ങൾക്ക് കിട്ടുക? 90 ഗ്രാം. സോ 90 ആണ് സൊല്യൂട്ടിന്റെ മാസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് Na is equal to mass of solute by molar mass 18. ഇനിയിപ്പോ ചെയ്തോളൂ. അപ്പം 18 പോയി 3 ഇവിടെ 30 1/30 എന്നൊക്കെ കിട്ടും. സോ 24/Pa is equal to 1/30 plus 1 which is equal to 31/30 അഥവാ Pa is equal to 24 into 30/31. അപ്പൊ എനിക്കിതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 24നോട് ക്ലോസ് അഥവാ 23 പോയിന്റ് സംതിങ് 23 ആണ് നിങ്ങളുടെ ആൻസർ. 23 mm. It will be 23 mm. So your answer is 23 mm. Easy. ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ കണ്ടത് കോൺസെൻട്രേഷൻ വെച്ചിട്ടുള്ള ചോദ്യം. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ചോദ്യം, മറ്റേത് റിലേഷൻസ് ഡെൻസിറ്റി മൊളാരിറ്റി ഒക്കെ തന്നിട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ സെഗ്മെന്റിൽ നമ്മൾ പറയുന്നത് റാവൾസ് ലോ, ഹെൻറീസ് ലോ, റാവൾസ് ലോ, ഡാൾട്ടൺസ് ലോ. റാവൾസ് ലോ ലിക്വിഡ് സൊല്യൂഷൻ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഇതുപോലെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണെങ്കിൽ ഒരാളെ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ കുറച്ചുകൂടി നല്ലതാ. P0A - PA/PA is equal to NB/NA. പിന്നെ കൺവേർഷൻസ് ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. അത്രേ ഉള്ളൂ. വെരി ഈസി. റെഡി. അപ്പൊ റാവൾസ് ലോ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താ? യെസ്, നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷൻസ് ആണ്. റാവൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയാം. സോ എനിക്ക് ഐഡിയൽ സൊല്യൂഷൻസ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ. ഐഡിയൽ സൊല്യൂഷൻസ് എല്ലാ കോൺസെൻട്രേഷൻ റേഞ്ചിലും റാവൾസ് ലോ ഒബേ ചെയ്യുന്നവര്. അപ്പൊ റാവൾസ് ലോയുടെ ഗ്രാഫൊക്കെ അതേപോലെ ഒബേ ചെയ്യും. ഓക്കെ. എന്തുകൊണ്ട് അവർ ഐഡിയൽ സൊല്യൂഷൻ ആയെന്ന് ചോദിച്ചാൽ അവിടെ എൻതാൽപ്പി ഓഫ് മിക്സിങ്, എൻതാൽപ്പി ചേഞ്ച് ഒന്നുമില്ല. എൻതാൽപ്പി ഓഫ് മിക്സിങ് 0 ആണ്. വോള്യം ചേഞ്ച് ഡ്യൂറിങ് മിക്സിങ് 0 ആണ്. പിന്നെ ഇവിടെ എയുടെ ഇന്ററാക്ഷനും ബിയുടെ ഇന്ററാക്ഷനും കൂടി അത് തന്നെയാണ് ടോട്ടൽ എബിയുടെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഒരു എയുടെയും ഒരു ബിയുടെയും ടോട്ടൽ ഇന്ററാക്ഷൻ ആണ് എബിയുടെ ഇന്ററാക്ഷൻ. അപ്പൊ എനർജി കൊടുക്കുക വാങ്ങുക ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. നമുക്കിവിടെ ഐഡിയൽ സൊല്യൂഷൻസിന്റെ എക്സാമ്പിൾസ് ചെയ്യാൻ പഠിക്കണം. ഐഡിയൽ സൊല്യൂഷൻസ് ഒരേപോലത്തെ സിമിലർ ആയിരിക്കുന്ന ആൾക്കാരാണ് എക്സാമ്പിൾസിൽ നമുക്ക് വരുന്നത്. എങ്ങനെയൊക്കെ? ബ്യൂട്ടൈന് പെന്റൈനും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പെന്റൈൻ ആൻഡ് ബ്യൂട്ടൈൻ. അപ്പൊ ഇവിടെ ഇവർ അടുത്തടുത്തല്ലേ വരുന്നത്? ബ്യൂട്ട് കഴിഞ്ഞല്ലേ പെന്റ് വരുന്നത്? ഒരേ ഗ്രൂപ്പിലാണ്. ഇങ്ങനെ ഒരേ ഗ്രൂപ്പിൽ വരുന്നവരൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറയാണ് CCl4 പ്ലസ് SiCl4. ഇവരെ എന്തുകൊണ്ടാ? CCl4 കാർബൺ ഉണ്ട്, SiCl4 കാർബണിന് തൊട്ട് താഴെ വരുന്നവരാ. സോ അവർ ഒരേ ഗ്രൂപ്പിൽ അടുത്തടുത്ത് വരുന്ന ആൾക്കാരാ. അവരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോ ബെൻസീൻ ആണെങ്കിൽ ഹോമോലോഗ സീരീസിനെ നമുക്ക് പറയാം. ബെൻസീന്റെ കൂടെ തൊട്ടടുത്തുള്ള ധാരാ ടൊളുവീൻ, നമുക്കത് പറയാം. ഞാനിപ്പോ മെഥനോൾ എടുത്തു എന്ന് വിചാരിച്ചോ, CH3OH. അപ്പൊ മെഥനോളിന്റെ ഹോമോലോഗ സീരീസിൽ അടുത്ത ആളാരാ? എഥനോൾ അല്ലേ? മെഥനോളും അതിന് എക്സാമ്പിൾ പറയാം. അങ്ങനെ അടുത്തടുത്ത് വരുന്ന ആൾക്കാരെ നമുക്ക് ഹെക്സൈൻ എടുത്തു, ഹെക്സൈനും ഹെപ്റ്റൈനും പറയാം. എപ്പോഴും അടുത്തടുത്ത് വരുന്ന ആൾക്കാരെ പറയാൻ ശ്രദ്ധിച്ചാൽ മതി. ഒരേപോലെയുള്ള ആൾക്കാരാണ് നമുക്ക് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ എക്സാമ്പിൾ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. റെഡി. സോ ഐഡിയൽ സൊല്യൂഷനെയാണ് നമ്മൾ പറഞ്ഞത്. എ ഇന്ററാക്ഷനും ബി ഇന്ററാക്ഷനും AB ഇന്ററാക്ഷനോട് ഈക്വൽ ആണ്. കുറെ എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. നോർമൽ ഗ്രാഫ് ആയിരിക്കും നമുക്ക് അതിലൂടെയൊക്കെ കിട്ടുന്നുണ്ടാവുക. എന്നാൽ എ ഇന്ററാക്ഷനും ബി ഇന്ററാക്ഷനും AB ഇന്ററാക്ഷനോട് ഈക്വൽ അല്ലെങ്കിൽ അവർ നോൺ ഐഡിയൽ. അവര് റാവൾസ് ലോ ഒബേ ചെയ്യണമെന്നില്ല. നോൺ ഐഡിയൽ സൊല്യൂഷൻ നമുക്ക് 2 തരത്തിൽ പറയാം. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരും. പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫേ അങ്ങനെയാ, എല്ലാം കൂടി ഒന്ന് കേറിപ്പോവും. നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിലോ എൻതാൽപ്പി നെഗറ്റീവ് ആണ്, ഡെൽറ്റ വി മിക്സിംഗ് നെഗറ്റീവ് ആണ്. ഇപ്പൊ നെഗറ്റീവ് ഡീവിയേഷൻ നിങ്ങൾ നോക്കിയേ, എല്ലാം താഴ്ന്നല്ലേ വരിക. സോ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമോ?
അത് എളുപ്പമല്ലേ? എക്സാമ്പിൾസ് കാണുമ്പോൾ തിരിച്ചറിയാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? ഒരാൾ എപ്പോഴാ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുക? പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുതൽ തരണം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രഷർ തരണം. അപ്പൊ അവരുടെ ഇന്ററാക്ഷൻ AB ഇന്ററാക്ഷൻ സ്ട്രോങ് ആയിരിക്കോ വീക്ക് ആയിരിക്കോ? എടാ കുറെ പ്രഷർ തരണമെങ്കിൽ കുറെ വേപ്പേഴ്സ് ഉണ്ടാവണ്ടേ? കുറെ വേപ്പേഴ്സ് AB വേപ്പേഴ്സ് കുറെ ഉണ്ടാവണമെങ്കിൽ അവര് ബ്രേക്ക് ആവണ്ടേ? ബ്രേക്ക് ആയിട്ടല്ലേ വേപ്പർ ആവുക. സോ AB ഇന്ററാക്ഷൻ വീക്ക് ആയിരിക്കണം. AB ഇന്ററാക്ഷൻ വീക്ക് ആകുമ്പോഴാണ് പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ടാവുക. നേരെ മറിച്ച് ഇവിടെ എന്തായിരിക്കും? AB ഇന്ററാക്ഷൻ സ്ട്രോങ് ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കെ വരുന്ന കേസേ, ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കെ വരുന്ന കേസാ. ഇത് ആക്ച്വലി ഡിസിമിലർ ആയിരിക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര ഡിസിമിലർ ആയിട്ട് ഒരു പോളാറും നോൺ പോളാറും തരുന്നു. ഒരു നോൺ പോളാർ കോമ്പൗണ്ടും പോളാറും അവര് തമ്മിൽ വലിയ അട്രാക്ഷൻ ഒന്നുമില്ല, ഡിസിമിലറാ. ഒരു ലെസ് പോളാറും ഒരു ഹൈലി പോളാറും തരുന്നു. ഒരു ബന്ധമില്ലാത്ത രണ്ടുപേരെ തന്നാൽ അത് എപ്പോഴും പോസിറ്റീവ് ഡീവിയേഷനാ, വലിയ താല്പര്യം കാണില്ല. എന്നാൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളവര്, അതുപോലെ എൻതാൽപി നെഗറ്റീവ്, എക്സോതെർമിക് റിയാക്ഷൻ, ആസിഡ് ബേസ് റിയാക്ഷൻ ഒക്കെ എക്സോതെർമിക്കാ, അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് നെഗറ്റീവ് ഡീവിയേഷനാ തരിക. കാരണം അവിടെ സ്ട്രോങ് ആണ്, ബന്ധം ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ തരുന്ന എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയുക. റെഡിയാണോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വേണം നമ്മൾ പറയാൻ. 1, എഥനോൾ ആൻഡ് അസറ്റോൺ. NCERT കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ആണ് എഥനോൾ ആൻഡ് അസറ്റോൺ. ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. എഥനോള് നമുക്കറിയാം, എഥനോളിന്റെ കേസിൽ C2H5OH 2 എഥനോളുകൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ഇടയിലേക്ക് അസറ്റോൺ വന്നിരുന്നാൽ ആ ഹൈഡ്രജൻ ബോണ്ടിങ് ബ്രേക്കായി. ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം അല്ല ചെയ്തത്, ഹൈഡ്രജൻ ബോണ്ടിങ് ബ്രേക്ക് ആയി പോയി. 2 എഥനോള് തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ബ്രേക്ക് ആയി പോയി. അപ്പൊ ഇന്ററാക്ഷൻ വീക്ക് അല്ലേ? വീക്ക് ഇന്ററാക്ഷൻ ആയി. നേരത്തെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ സമാധാനത്തിൽ നിൽക്കുന്ന ഒരാളാണ്, ഇപ്പം ഇന്ററാക്ഷൻ വീക്ക് ആയി പോയി. വെൻ യു ഹാവ് വീക്ക് ഇന്ററാക്ഷൻ ദാറ്റ് വിൽ ഗിവ്സ് യു പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ നമുക്ക് കിട്ടുക. സോ ദാറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ. ഞാൻ ഏതൊരാളെ തന്നാലും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഐഡിയൽ ആണോ എന്ന് പറയണേ. ഒന്നാമത്തത് ഹെക്സെയിൻ ആൻഡ് ഹെപ്റ്റെയിൻ. ഇത് ഐഡിയൽ ആണോ, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണോ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണോ പറയാ. അപ്പൊ ഹെക്സെയിനും ഹെപ്റ്റെയിനും ആലോചിച്ച് നോക്കുന്നു. ഹെക്സ് ഹെപ്റ്റ് ഒരേപോലെ ഉണ്ടല്ലോ, അടുത്തടുത്താണല്ലോ. ഒരേപോലെ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ ഐഡിയൽ സൊല്യൂഷൻ ആണ്. They're ideal. Now I give you pyridine and acetic acid. Pyridine and acetic acid. അപ്പൊ ഞാൻ ആലോചിക്കുകയാണേ, പിരിഡിൻ. ഞാനപ്പോ ആലോചിക്കുകയാണ്, പിരിഡിൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിരിഡിൻ എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്. അസിറ്റിക് ആസിഡ് ആണെങ്കിലോ ഒരു ആസിഡ് ആണ്. ചേട്ടാ, ഒരു ആസിഡ് ബേസ് റിയാക്ഷന്റെ പ്രത്യേകത എന്താ? ആസിഡ് ബേസ് റിയാക്ഷൻസ് ആർ എക്സോതെർമിക്. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് നെഗറ്റീവ് അല്ലേ? ഡെൽറ്റ എച്ച് നെഗറ്റീവ് വന്നാൽ, ഡെൽറ്റ വി നെഗറ്റീവ് ഒക്കെ വന്നാൽ അത് നെഗറ്റീവ് ഡീവിയേഷൻ അല്ലേ? സോ യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഗിവ്സ് യു നെഗറ്റീവ് ഡീവിയേഷൻ. I give you an example. Let us say bromoethane and chloroethane. ഇത് ഏതിന് എക്സാമ്പിൾ ആയിരിക്കും? ബ്രോമോഈഥെയിൻ ആൻഡ് ക്ലോറോഈഥെയിൻ ഏതിന് എക്സാമ്പിൾ ആയിരിക്കും? ആലോചിച്ച് നോക്കുന്നു. ബ്രോമോഈഥെയിൻ ഈഥെയിൻ ആണ്, ക്ലോറോഈഥെയിൻ ഈഥെയിൻ ആണ്. ബ്രോമിൻ ക്ലോറിൻ ഹോമോലോഗസ് സീരീസ് ആയിട്ടും പറയാം അല്ലെ? ഹോമോലോഗസ് അല്ല, ഇതിന്റെ ഒരേ ഹാലജൻ ഡെറിവേറ്റീവ് ആയിട്ട് പറയാം. ക്ലോറിൻ ബ്രോമിൻ അടുത്തടുത്തുള്ളവരാ. അപ്പൊ ഏകദേശം ഒരേപോലത്തെ ആൾക്കാരല്ലേ? ഞാൻ പറഞ്ഞത് ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ അത് ഐഡിയലാ. എടാ, 2 ഈഥെയിൻ ഉണ്ട്, ഒന്ന് ബ്രോമിൻ ഒന്ന് ക്ലോറിൻ. ക്ലോറിനും ബ്രോമിനും നോക്കിയ ഹാലജൻസിൽ അടുത്തടുത്ത് വരുന്നവരല്ലേ? ദാറ്റ് ഗിവ്സ് യു ഐഡിയൽ. ദിസ് ഈസ് ഐഡിയൽ. നമുക്ക് വരുന്നത് ഐഡിയലാ. ഞാൻ തരാണ് അസറ്റോൺ ആൻഡ് കാർബൺ ഡൈസൾഫൈഡ്. ആലോചിച്ച് നോക്കിയേ, അസറ്റോൺ എന്ന് പറഞ്ഞത് CH3COCH3 ആ. And you have carbon disulfide.
അസറ്റോണിന്റെ അതേ ഗ്രൂപ്പിലാണോ കാർബൺ ഡൈസൾഫൈഡ്? അല്ല. ഒരേപോലെയുള്ളവരാണോ? അല്ല. ഐഡിയൽ ആണോ? അല്ല. അവർ ഐഡിയൽ അല്ല. അത് നമുക്ക് ആദ്യത്തെ കൺക്ലൂഷൻ, ഇറ്റ് ഈസ് നോട്ട് ഐഡിയൽ. ഐഡിയൽ അല്ല എന്ന് മനസ്സിലായി. ഐഡിയൽ ആണെങ്കിൽ ഒരേ ഗ്രൂപ്പിൽ വരും, ഏകദേശം ഒരുപോലെ ഉണ്ടാവുക കാണാൻ, അല്ലെങ്കിൽ ഒരു CH2ന്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ, ഹോമോലോഗസ് സീരീസ് ആയിരിക്കും. രണ്ടാമത് നെഗറ്റീവ് ഡീവിയേഷൻ ആണോ? ഈസ് ഇറ്റ് നെഗറ്റീവ് ഡീവിയേഷൻ ഷോയിങ്? ആലോചിച്ച് നോക്കിയേ. നെഗറ്റീവ് ഡീവിയേഷൻ ആകണമെങ്കിൽ മാം അതിൽ ഏതാണ് പകരം? ഒന്നുമില്ല, മീഥേൻ ആയിരുന്നെങ്കിലും ഒന്ന്. അങ്ങനെ തരൂല കേട്ടോ, ഏതെങ്കിലും രണ്ടാൾക്കാർ മിക്സ് ചെയ്ത് തരൂല. പക്ഷെ ഞാൻ ഈ പറയുന്ന ലോജിക്ക് എല്ലാത്തിനും ബാധകമാണോ? ബ്രോമോ മീഥേനും ക്ലോറോ മീഥേനും ആണെങ്കിലും ഐഡിയലാണ്. ഓക്കെ, അപ്പൊ ഇത് നെഗറ്റീവ് ഡീവിയേഷൻ ആണെന്ന് ആലോചിക്കണം. ഇത് രണ്ടും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് പറ്റുമോ? ഇല്ല. എവിടെ കിടക്കുന്നതിന് ഹൈഡ്രജൻ, കാർബൺ ഡൈസൾഫൈഡ്, ഹൈഡ്രജൻ ബോണ്ടിങ് പറ്റൂല. ഇതൊരു ആസിഡ് ബേസ് റിയാക്ഷൻ ആണോ? അല്ല. ഹൈഡ്രജൻ ബോണ്ടിങ്ങും ആസിഡ് ബേസ് റിയാക്ഷനും വരുമ്പോൾ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ കൂടെ ആസിഡ് ഒക്കെ വരുമ്പോഴല്ലേ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുക. ഇതിപ്പോ കംപ്ലീറ്റ്ലി ഇത് നെഗറ്റീവ് ഡീവിയേഷൻ അല്ല. നെഗറ്റീവ് ഡീവിയേഷന് സ്ട്രോങ്ങർ അട്രാക്ഷൻ വേണം, ഹൈഡ്രജൻ ബോണ്ടിങ് വേണം, അല്ലെങ്കിൽ ആസിഡ് ബേസ് ആയിരിക്കണം, അല്ലെങ്കിൽ ആസിഡ് നോക്കണേ, ഒന്നുകിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവണം, അല്ലെങ്കിൽ ആസിഡ് ബേസിന്റെ കോമ്പിനേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ആസിഡ് പ്ലസ് വാട്ടർ ആയിരിക്കണം. ഈ കേസുകളിൽ മാത്രമാണ് നെഗറ്റീവ് ഡീവിയേഷൻ വരുള്ളൂ. ഇവിടെ നമുക്ക് ഇതൊന്നുമല്ല. അതെന്താ സൂചിപ്പിച്ചിരിക്കുന്നത്? കംപ്ലീറ്റ്ലി ഡിസിമിലർ അല്ലേ? ഇത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ഇത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. കുറച്ച് എക്സാമ്പിൾസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയോ? അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതാം, നോക്കിയേ. I will write it here. ഐഡിയൽ സൊല്യൂഷൻസിനെ കാണിക്കണമെങ്കിൽ സിമിലർ ആയിരിക്കുന്ന ആൾക്കാരായിരിക്കണം. ഒന്ന് ബെൻസീൻ ആൻഡ് ടൊളുവീൻ, ഒരു CH2ന്റെ വ്യത്യാസമാണ് വരുന്നത്. രണ്ട് ബ്രോമോ ഈഥെയിൻ ആൻഡ് ക്ലോറോ ഈഥെയിൻ, അല്ലെങ്കിൽ അയഡോ ഈഥെയിൻ, ആരെ വേണമെങ്കിലും പറയാം. മൂന്ന് CCl4 ആൻഡ് SiCl4. 4 ക്ലോറോ ഈഥെയിനും ബ്രോമോ ഈഥെയിനും പറഞ്ഞു. ബ്രോമോ ഈഥെയിൻ ആൻഡ് അയഡോ ഈഥെയിൻ ഒരേപോലെ ഇല്ലേ എല്ലാം. 5 മെഥനോൾ ആൻഡ് എഥനോൾ, ഇതെല്ലാം ഒരേപോലെയാ. മെഥനോൾ ആൻഡ് വാട്ടർ വരും, കാരണം അവിടെ ഒരേപോലെയാ. മെഥനോളിലും നല്ല ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, വാട്ടറിലൊക്കെ ഉണ്ട്. അത് ഒരേപോലത്തെയാ കേട്ടോ. ഞാൻ കൺസിഡർ ചെയ്യുന്നത് നെഗറ്റീവ് ഡീവിയേഷൻസ് ഉള്ളവരാണെങ്കിൽ ഒന്ന് ആസിഡ് ബേസ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ CH3COOH പ്ലസ് പിരിഡിൻ, അല്ലെങ്കിൽ HCOOH ഫോർമിക് ആസിഡ് പ്ലസ് പിരിഡിൻ. ഏത് ആസിഡ് ബേസ് റിയാക്ഷൻസും. അല്ലെങ്കിൽ ആസിഡ് പ്ലസ് വാട്ടർ ആയിരിക്കണം. HNO3 പ്ലസ് H2O, HCl പ്ലസ് H2O, HCOOH പ്ലസ് H2O, ഒന്നുകിൽ ആ കാറ്റഗറി ആവാം. അതല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റണം. ഹൈഡ്രജൻ ബോണ്ടിങ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നത് CHCl3യിലുള്ള ഹൈഡ്രജനും അസറ്റോണും ആണ്. അസറ്റോൺ, ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. അസറ്റോൺ ആൻഡ് അനിലിൻ, അവിടെയൊക്കെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഫീനോൾ ആൻഡ് അനിലിൻ, ആസിഡും ബേസും. ഇതൊക്കെ നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആയിരിക്കും. ഇനിയിപ്പോ പോസിറ്റീവ് ഡീവിയേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിലോ? പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസിമിലർ ആയിരിക്കണം. ഏതാ നമ്മൾ പറഞ്ഞ? അസറ്റോണും കാർബൺ ഡൈസൾഫൈഡും NCERTയിലുള്ള എക്സാമ്പിളാ. ഇനിയിപ്പം അസറ്റോണും എഥനോളും എടുത്തോളൂ, NCERTയിലുള്ളതാ. എഥനോള് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, അസറ്റോൺ വന്നപ്പോ അത് ബ്രേക്ക് ആയി പോയി. H2SO4 പ്ലസ് H2O നെഗറ്റീവിന് പറയാം. ഹെക്സൈൻ പ്ലസ് ആൽക്കഹോൾ, അത് രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റാ. ഹെക്സൈൻ ഒരാൽക്കേനാണ്, ആൽക്കഹോൾ ഒരാൽക്കഹോൾ ആണ്. CCl4 ആൻഡ് ക്ലോറോഫോം, CCl4 നോൺ പോളാറാ, എന്നാൽ ക്ലോറോഫോമോ പോളാർ ആണ്. കംപ്ലീറ്റ്ലി ഡിസിമിലർ ആയിരിക്കുന്ന ആൾക്കാർ പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്നവരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതില് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്കറിയാം. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? അടുത്തടുത്തുള്ള ബോയിലിംഗ് പോയിന്റ് ഉള്ളവരെ തന്നു കഴിഞ്ഞാൽ
ആരുടെ ബോയിലിംഗ് പോയിന്റ് ആണോ കുറവ് അത് ആദ്യം തിളക്കും, എന്നിട്ട് നമുക്ക് അതിനെ ആദ്യം എടുക്കാം. എന്നാൽ ചില ആൾക്കാർ അങ്ങനെയല്ലേ ചെയ്യുക, 2 ഡിഫറെന്റ് ബോയിലിംഗ് പോയിന്റ് ഉള്ളവരാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കുറവുള്ളവരല്ലേ ആദ്യം ബോയിൽ ചെയ്യുക, എന്നിട്ട് നമുക്ക് അതിനെ കളക്ട് ചെയ്യാം. എന്നാൽ ചില ആൾക്കാർ ബോയിൽ ചെയ്തിട്ട് സെപ്പറേറ്റ് ആവില്ല, ബോയിൽ ചെയ്യുമ്പോഴും ഒരുമിച്ച് തന്നെ ബോയിൽ ചെയ്യും. നേരത്തെ പറഞ്ഞ എന്താ, ബോയിലിംഗ് പോയിന്റ് കുറവുള്ളവർ ആദ്യം ബോയിൽ ചെയ്യണ്ടേ. പക്ഷെ ചില സൊല്യൂഷൻസിൽ ചില കോൺസെൻട്രേഷനിൽ എടുത്താൽ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞവർ ആദ്യം ബോയിൽ ചെയ്യുന്ന പരിപാടി ഇല്ല, രണ്ടും ഒരുമിച്ച് ബോയിൽ ചെയ്യും. വി കോൾഡ് ഇറ്റ് ആസ് കോൺസ്റ്റന്റ് ബോയിലിംഗ് അസിയോട്രോപ്സ്. കോൺസ്റ്റന്റ് ബോയിലിംഗ് ആണ്. ആ കോമ്പോസിഷനിൽ അവർക്ക് നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റിലും അതുപോലെ വേപ്പർ സ്റ്റേറ്റിലൊക്കെ ഫിക്സഡ് കോമ്പോസിഷൻ ഉണ്ടാവുക, കോൺസ്റ്റന്റ് ബോയിലിംഗ് എന്ന് പറയാം. നമുക്ക് ഇവരെ ഒരിക്കലും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ 2 പേരുണ്ട്, എയും ബിയും. എയുടെ ബോയിലിംഗ് പോയിന്റ് ഒരു 70 ഡിഗ്രി സെൽഷ്യസും ബിയുടേത് ഒരു 85 ഡിഗ്രി സെൽഷ്യസും ആണെന്ന് വിചാരിക്കുക. പക്ഷെ എന്റെ സൊല്യൂഷൻ എ ബി, അത് ചിലപ്പം ബോയിൽ ചെയ്യുന്നത് ഒരു 90 ഡിഗ്രി സെൽഷ്യസിലാ, 2നേക്കാളും കൂടുതലുള്ള ടെമ്പറേച്ചറിലാവാം. അല്ലെങ്കിൽ അത് ബോയിൽ ചെയ്യുന്നത് ചിലപ്പോൾ 65 ഡിഗ്രി സെൽഷ്യസിലാ, 2നേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറിലാവാം. 2നേക്കാളും കൂടിയ ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മൾ അതിനെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയും. 2നേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് ബോയിൽ ചെയ്യുന്നതെങ്കിൽ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. നമുക്ക് 2 തരത്തിലുള്ള അസിയോട്രോപ്സ് ഉണ്ട്, മാക്സിമം ബോയിലിംഗ് ആൻഡ് മിനിമം ബോയിലിംഗ്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പുകളുടെ പ്രത്യേകത കുറെ സമയമെടുത്തത് എന്തുകൊണ്ടാ? സ്ട്രോങ് അട്രാക്ഷൻ ആയതുകൊണ്ടാ. ഒരാൾ സ്ട്രോങ് അട്രാക്ഷൻ തരണമെങ്കിൽ അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവണം. അഥവാ ഇത് നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്നതിന്റെ എക്സാമ്പിൾസ് ആണ്. അതിന്റെ ആ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. H2O HNO3% ബൈ മാസ്, HNO3 68% ബൈ മാസ് ആണ്, H2O 32 ആണ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത് എന്തിനെയാണ്? പെട്ടെന്ന് ബോയിൽ ചെയ്തു, കാരണം അവരുടെ വേപ്പർ പ്രഷർ കൂടുതലാ, വീക്ക് ആയിരുന്നു അവിടെയുള്ള അട്രാക്ഷൻ. സോ യു ഗെറ്റ് മിനിമം ബോയിലിംഗ്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. നോക്കിയേ, H2O ആൻഡ് എഥനോൾ 5% 95%. ആദ്യത്തെ ഭാഗത്ത് കോൺസെൻട്രേഷൻ പഠിച്ചു. രണ്ടാമത്തെ ഭാഗത്ത് ഹെൻറീസ് ലോ, റാവൾസ് ലോ, ഡാൾട്ടൺസ് ലോ. റാവൾസ് ലോ ഒബേ ചെയ്യുന്നവർ ഐഡിയൽ, ഒബേ ചെയ്യാത്തവർ, എല്ലാ കോൺസെൻട്രേഷനിലും ഒബേ ചെയ്യാത്തവർ നോൺ ഐഡിയൽ. നോൺ ഐഡിയലിൽ തന്നെ പോസിറ്റീവ് നെഗറ്റീവ്. ആ നോൺ ഐഡിയൽ സൊല്യൂഷൻസിൽ അവര് ചില കോമ്പോസിഷനിൽ കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചേഴ്സ് ആയിരിക്കും, അതിനെ നമ്മൾ അസിയോട്രോപ്സ് എന്ന് വിളിച്ചു. ആൻഡ് നൗ വി ഹാവ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും വാൻ ഹോ ഫാക്ടറും മനസ്സിലാക്കി കഴിഞ്ഞ് ഇതോടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഭയങ്കര ചെറിയ ചാപ്റ്റർ ആക്ച്വലി, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അങ്ങനെ നമുക്കല്ലേ ഒരു റിവിഷൻ ചെയ്യുമ്പോഴേ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റും. സോ അവിടെ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഇതൊക്കെ നമുക്ക് പറയാം. റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? P0A മൈനസ് PA ബൈ P0A ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. മോൾ ഫ്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, നോർമലി വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കും, എന്നാൽ ഉപ്പ് വെള്ളം 100.2 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കുക, എലിവേഷൻ കൂടും. കുറെ ഇല്ലട, ഇതിൽ അത്ര പഠിക്കാനില്ല. ഇക്വേഷൻ നല്ലോണം പഠിക്കണം, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാ. അപ്പൊ TB എന്ന് പറയുന്നതിന് KB into M ആണ്, ഡെൽറ്റ TB. ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ആലോചിച്ച് നോക്കുക, വെള്ളം 0 ഡിഗ്രി സെൽഷ്യസിലാണ് ഫ്രീസ് ആവുക, എന്നാൽ ഉപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറഞ്ഞില്ല, ഒരു മേ ബി -2 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഡെൽറ്റ TF എന്ന് പറയുന്നത് KF into M ആ. ആൻഡ് യു ഹാവ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്, ഓസ്മോസിസ് എന്ന് പറയുന്നത് എന്താ? വെള്ളത്തിന്റെ മൂവ്മെന്റ് ആയിരുന്നു അല്ലേ? ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാൻ CRT എന്ന ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യണം. പക്ഷെ ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇപ്പൊ NCERT വാൻ ഹോ ഫാക്ടർ അവസാനം പറയുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മൾ എപ്പോഴും ഇക്വേഷനിൽ വാൻ ഹോ ഫാക്ടർ ആദ്യമേ പരിഗണിച്ചിട്ടുണ്ടാവണം. എന്താണ് ഈ വാൻ ഹോ ഫാക്ടർ എന്നിട്ട് നമുക്ക് ശരിക്കും ഡിസ്കസ് ചെയ്യാം. വാൻ ഹോ ഫാക്ടർ എന്നുള്ളത് യഥാർത്ഥത്തിൽ എത്ര നമ്പർ ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാ. ഞാനിപ്പോ 1 മോൾ NaCl ആണ് ഞാൻ എന്റെ സൊല്യൂഷനിൽ
ഉള്ളത് എന്ന് വിചാരിച്ചോ. പക്ഷെ സൊല്യൂഷൻ അതിനെ 1 മോളായിട്ടല്ല കാണുക. ബിക്കോസ് NaCl സൊല്യൂഷനിൽ Na+Cl- എന്നിങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അവർ ബ്രേക്ക് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ സോൾവെന്റിന് എന്താ 2 ആളെ ഉള്ളത് പോലെ ഫീൽ ചെയ്യൂലേ ആ സൊല്യൂഷന്? നമ്മൾ ഒരാളെ ആഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അവിടെ എത്തിയപ്പോ അത് രണ്ട് ടീമായി. ഇങ്ങനെ എഫക്റ്റീവ് നമ്പേഴ്സിനെ സൂചിപ്പിക്കാനാണ് വാൻ ഹോ ഫാക്ടർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തിട്ട് ഞാൻ പറയാണ് ഓക്കെ ഇതിന്റെ ഓസ്മോട്ടിക് പ്രഷർ 2 ATM ആണ് എന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു. കാരണം ഞാൻ 1 മോളാ കൊടുത്തേ. പക്ഷെ ശരിക്കും 2 ATM അല്ല. ഒബ്സർവ് ചെയ്തപ്പോ 4 ATM ഉണ്ട്. അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂഷനായി. അതെങ്ങനെ ശരിയാവും? 1 മോളിന് 2 ATM വരാൻ പാടുള്ളൂ, എനിക്ക് ഉറപ്പാ. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തു, എങ്ങാനും ഇനി അവിടെ 2 മോൾ ഉണ്ടോ? ഉണ്ട്. ദർ ഇസ് ഡിസോസിയേഷൻ. പാർട്ടിക്കിൾസ് ഇതുപോലെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് വാൻ ഹോ ഫാക്ടർ കണ്ടുപിടിക്കാൻ 1+n-1 into ആൽഫ എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. വേർ ആൽഫ ഇസ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. n എന്താ? മാക്സിമം പാർട്ടിക്കിൾസ് ആ. ഇപ്പൊ NaCl സംബന്ധിച്ച് മാക്സിമം 2 പാർട്ടിക്കിൾസ് ഉണ്ട്, Na+ഉം Cl-ഉം. കാൽഷ്യം ക്ലോറൈഡിനെ സംബന്ധിച്ച് മാക്സിമം 3 പേരാ, 1 കാൽഷ്യം 2 ക്ലോറിനും. സോഡിയം സൾഫേറ്റിനെ സംബന്ധിച്ച് മാക്സിമം 3 പേരാ. അത് നിങ്ങൾ 7 പേരുണ്ടെന്നൊന്നും പറയരുത് കേട്ടോ. ഇവിടെ 2 Na+ഉം 1 സൾഫേറ്റും ആ, അല്ലാതെ ഓക്സിജനും സൾഫറൊന്നും സെപ്പറേറ്റ് ആവില്ല. 1 സൾഫേറ്റും 2, അപ്പൊ 3 പേരാ. മാക്സിമം നമുക്ക് കിട്ടുന്ന ആൾക്കാരുടെ നമ്പറിനെയാണ് നമ്മൾ ഇങ്ങനെ പറയാം. സ്കൂള് എൻട്രൻസ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എങ്ങനെയാന്ന് ചെയ്യാന്നൊന്ന് പറയാം. അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് വെരി നെക്സ്റ്റ് ഡേ തന്നെ നമുക്കത് അഡ്രസ് ചെയ്യാം. ഓക്കെ, നൗ ലെറ്റ്സ് ഫോക്കസ് ചെയ്യാം. വിൽ സി, നമുക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. വിൽ ട്രൈ യുവർ മാക്സിമം, റൈറ്റ്? നമ്മളെല്ലാവരും നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യും ആദ്യത്തെ സെഷനിലേക്ക്. അപ്പൊ നമുക്കത് എന്തായാലും നോക്കാം. വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. അപ്പൊ ഡിസോസിയേഷന് വേണ്ടി ഇത് പഠിക്കുക. അപ്പൊ ഇതുപോലത്തെ 1 ഷോട്ട് സീരീസുകൾ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾ ഇതുപോലത്തെ ഇക്വേഷൻസ് പെട്ടെന്ന് തലയിലാക്കാൻ ശ്രമിക്കുക. ചിലതിൽ അസോസിയേഷൻ നടക്കും. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ 2 പേര് കൂടിച്ചേർന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കെ വരുമ്പോ. അപ്പൊ ഞാൻ 1 മോള് കൊടുത്താലും സിസ്റ്റത്തിന് 1/2 മോളെ ഫീൽ ചെയ്യുള്ളൂ, കാരണം 2 എണ്ണം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ. അങ്ങനെ അസോസിയേഷൻ വരുമ്പോ I കണ്ടുപിടിക്കാൻ 1+1/n-1 into ആൽഫ കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഒരാള് ഡൈമർ ആയി എന്ന് പറഞ്ഞാൽ n അവിടെ 2 2 പേരാ ചേരുന്നത്. ഒരാള് ട്രൈമർ ആയി എന്ന് പറഞ്ഞാൽ n അവിടെ 3. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടല്ലോ. ഡൈമറായി ട്രൈമറായി എന്നൊക്കെ പറയുമ്പോഴുള്ള വ്യത്യാസമല്ലേ, അതാണ് അവിടെ n കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത് എപ്പോഴാ? ഡിസോസിയേഷനും അസോസിയേഷനും നടക്കുമ്പോഴേ ഈ നമ്പർ കൂടാ. ചില ആൾക്കാർ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, യൂറിയ ഇതുപോലുള്ള ആൾക്കാരൊന്നും ബ്രേക്ക് ഒന്നും ചെയ്യില്ല. അവരെ എങ്ങനെയാണോ അതേപോലെ ബ്രേക്കും ചെയ്യൂല, ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല. അപ്പൊ അവരുടെ കേസിൽ I 1 ആണ്, വേറെ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ഇതൊന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും ചോദ്യം തരുന്ന സമയത്ത് I കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ. സോ I എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ നമുക്കറിയാം. ഒരു സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ഉണ്ട്, അതിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നു. അതിനെയാണ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ എന്ന് പറയാം. റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷറിന്റെ എക്സ്പ്രഷൻ അടക്കം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്താ അത്? റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തതാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KBM. ഞാൻ പറയുന്നു I into KBM എന്ന് പഠിച്ചാൽ മതി. നമ്മൾ ഈ ഗ്രാഫ് നോക്കിയേ, ഈ ഗ്രാഫ് നേരത്തെ ചോദ്യത്തിൽ കണ്ടതാ. സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് T0B എന്ന് പറഞ്ഞാൽ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് കൂടി വരുന്നത് കാണാം. ആ വ്യത്യാസത്തിനെയാണ് ഡെൽറ്റ TB എന്ന് പറയുന്നത്. നമുക്കൊരാൾ ബോയിൽ ചെയ്യുന്നത് എപ്പോഴാ? അയാളുടെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആകുമ്പോഴായിരിക്കും ബോയിൽ ചെയ്യുന്നത്. അതാണ് ആ ഗ്രാഫിൽ അറിയാനുള്ളത്. ഇവിടെ ഈ ഒരു ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു I into KB into മൊളാലിറ്റി. അതിൽ KBക്കുള്ള എക്സ്പ്രഷൻ ഡെൽറ്റ TB by I into M ആണ്.
പക്ഷേ എപ്പോഴും ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ഈ ഡാറ്റയൊന്നും തരൂല. ചിലപ്പോഴേ ഡെൽറ്റ ടി ബിയും മൊളാലിറ്റി അതിന്റെ ഡാറ്റയൊന്നും തരുന്നില്ല എന്ന് വിചാരിക്കേ. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷന്റെ ഒക്കെ ഡാറ്റ തരുന്നെന്ന് വിചാരിച്ചോ. സോ യു ഷുഡ് നോ ദിസ് ഇക്വേഷൻ. കെ ബി ഇസ് ഈക്വൽ ടു ആർ ടി സ്ക്വയർ എം ബൈ ഡെൽറ്റ എച്ച് ഇൻറ്റു 1000. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എം എന്ന് പറയുന്നത് ആ സോൾവെന്റ് ആണ്, ആർ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്, ടി അതിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്, ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. നിർബന്ധമായിട്ടും പഠിക്കാം അല്ലെ. ആർ ടി സ്ക്വയർ എം എ ബൈ 1000 ഡെൽറ്റ എച്ച്, അതാണ് കെ ബി. കെ ബി എന്ന് പറയുന്നത് അവിടുത്തെ കോൺസ്റ്റന്റ് ആണ്, മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ യൂണിറ്റുകളൊക്കെ നമുക്ക് പറയാം, കെൽവിൻ പെർ മോളാൽ എന്നൊക്കെ പറയാം. ഇതേപോലെ ഫ്രീസിംഗ് പോയിന്റിൽ ശ്രദ്ധിക്കാനുണ്ട്. കെ എഫ് എന്തായിരിക്കും? ആർ ടി സ്ക്വയർ എം ബൈ ഡെൽറ്റ എച്ച് ഇൻറ്റു 1000. അവിടെ ഡെൽറ്റ എച്ച് ഫ്യൂഷൻ ആയിരിക്കും, ഫ്രീസിംഗ് ആണല്ലോ നടക്കുന്നത്, വേറെ വ്യത്യാസം ഒന്നുമില്ല. സോ ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം എന്ന ഇക്വേഷനിൽ ഐ കൂടി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് പഠിക്കാം. കാരണം ഐ ചിലപ്പോൾ മാറുമ്പോൾ ഡെൽറ്റ ടി എഫ് മാറും. ഇവിടെ ഗ്രാഫിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ വേപ്പർ പ്രഷർ കൂടുന്ന കാണാം. ലിക്വിഡിന്റെയും ടെമ്പറേച്ചർ കൂടുമ്പോൾ വേപ്പർ പ്രഷർ കൂടും. ഐസിന്റെ വേപ്പർ പ്രഷർ പെട്ടെന്ന് കൂടുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാൻ ഐസിന്ന് ഉള്ള ഇവാപ്പറേഷൻ, ചൂടാക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഇവാപ്പറേഷനും നോർമൽ പച്ചവെള്ളത്തിൽ നിന്ന് ചൂടാക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഇവാപ്പറേഷനും നോക്കിയാൽ ഫ്രോസൺ സോൾവെന്റ് നിന്നാണ് കൂടുതലായിട്ട് നമുക്ക് പോകുന്ന കാണാൻ പറ്റുക. കാരണം അവരെങ്ങനെയെങ്കിലും ഒന്ന് സോളിഡിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ രണ്ട് രീതിയിൽ കാണാൻ പറ്റിയത്. ഇനി സൊല്യൂഷനിലേക്ക് വരുമ്പോഴും മാറ്റമുണ്ട്. സോൾവെന്റ് വെള്ളം ഐസ് കട്ടയാകാൻ എടുക്കുന്ന ടെമ്പറേച്ചർ പോരാ, സൊല്യൂഷനില് കുറച്ചുകൂടി കുറവാണ് ടെമ്പറേച്ചർ, ഡിപ്രഷൻ ആണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളിപ്പോ ഒരു സ്പ്രൈറ്റിന്റെ കുപ്പി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ, ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് കട്ടയായി കിട്ടാറുണ്ടോ? നോർമൽ 0 ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലെങ്കിൽ -1 ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചറിന്റെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ അതൊരിക്കലും കട്ടയാവില്ല. ബിക്കോസ് അത് സൊല്യൂഷൻ ആണ്. സൊല്യൂഷന് കട്ടയാവണമെങ്കിൽ ഭയങ്കര കുറവായിരിക്കണം ടെമ്പറേച്ചർ. 0 ഡിഗ്രി സെൽഷ്യസ് പോരാ, അതിനേക്കാളും കുറവായിരിക്കണം. അപ്പൊ സൊല്യൂഷൻ ഫ്രീസ് ആകുന്ന സമയത്ത് സൊല്യൂഷനും ഫ്രോസൺ സോൾവെന്റും ഇക്വിലിബ്രിയത്തിലാണ്. ലിക്വിഡ് ഫ്രീസ് ആകുമ്പോൾ ലിക്വിഡ് സോൾവെന്റും ഫ്രോസൺ സോൾവെന്റും ഇക്വിലിബ്രിയത്തിൽ. അപ്പൊ ഫ്രീസ് ആകുന്നത് ആര് മാത്ര? സൊല്യൂട്ട് മാത്ര. ഉപ്പ് വെള്ളം എടുത്ത് കട്ടയാക്കി വെക്കുമ്പോൾ ഉപ്പിനല്ല, ആ വെള്ളം മാത്രമാണ് നമുക്ക് കട്ടയാവുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ഇതിന്റെ ഓസ്മോസിസിനെ പറ്റി പറഞ്ഞു. വെള്ളം എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് വെള്ളം പോകും. അഥവാ ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹൈ കോൺസെൻട്രേഷനിലേക്ക് വെള്ളം പോകും. ആ പ്രതിഭാസമാണ് നമ്മുടെ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഒരു സെമി പെർമിയബിൾ മെമ്പറൈനിൽ കൂടിയായിരിക്കും അത് പോവുക. സെമി പെർമിയബിൾ മെമ്പറൈൻ ആയിരിക്കണം, എല്ലാരെയും കടത്തി വിട്ടൂടാ, കുറച്ച് ആൾക്കാരെ മാത്രമേ കടത്തി വിടാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ അങ്ങനെ സെമി പെർമിയബിൾ മെമ്പറൈനിൽ കൂടി ആനിമൽ മെമ്പറൈൻ, വെജിറ്റബിൾ മെമ്പറൈൻ, എഗ് ബ്ലാഡർ, അങ്ങനെ സെലോഫെയിൻ, ഇതൊക്കെ പോലെയുള്ള സെമി പെർമിയബിൾ മെമ്പറൈനിൽ കൂടിയാണ് നമ്മൾ പോവുക. ഒരു ഓസ്മോസിസ് നടക്കുമ്പോൾ ഓസ്മോസിസിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയാം. ഓസ്മോട്ടിക് പ്രഷർ ആക്ച്വലി ഓസ്മോസിസിന് ഈക്വൽ ആണ്. വളരെ ഈസി. നോക്കിയേ, ഞാൻ എത്ര സ്പീഡിലാണ് പോകുന്നത് എന്നറിയാൻ നിങ്ങൾ എന്നെ തടഞ്ഞു നോക്കണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം സ്പീഡിൽ വരുന്നു. സോ ഓസ്മോസിസ് നടക്കുന്നതിനെ തടയുക, which means both are equal. ഓസ്മോട്ടിക് പ്രഷർ ഇങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. സോ ഓസ്മോട്ടിക് പ്രഷർ പൈ എന്നായിരിക്കും നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക, which is equal to CRT. PV is equal to NRT പഠിച്ചിരിക്കുന്നതിന് സിമിലർ ആണ്. ഡൈല്യൂട്ടഡ് സൊല്യൂഷൻസിന് പൈ is equal to CRT എന്ന് പറയാം. പക്ഷെ ഞാൻ എന്ത് പറയുന്നു, വാൻ ഹോ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ കൂടി നമ്മൾ പരിഗണിക്കണം. പൈ ഈസ് ഈക്വൽ ടു ICRTയിലെ സി എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ്. ബാക്കിയുള്ള എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആകട്ടെ, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആവട്ടെ, ഇവിടെയൊക്കെ നമുക്ക്
ഈ കേസിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയൊക്കെ മൊളാലിറ്റിയാ ഉപയോഗിച്ചത്. അവിടെയൊക്കെ മൊളാലിറ്റിയാ ഉപയോഗിച്ചത്. ചെയ്യാം അവന്, ചെയ്യാൻ പറ്റും. ഇപ്പോഴുള്ള കാര്യം കൂടുതൽ ഫോക്കസ് ചെയ്യാം കേട്ടോ. പറ്റും. അത് അങ്ങനെ ആലോചിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ പൈ ഈസ് ഈക്വൽ ടു IMRT ആണ്. എം എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ്. ബാക്കി എല്ലാ കേസിലും മൊളാലിറ്റിയാ കണ്ടേ, ഇവിടെ മൊളാരിറ്റി ആണ്. അപ്പം ബാക്കിയുള്ളവരുടെ കേസിൽ എന്തുകൊണ്ടാണ് മൊളാരിറ്റി എടുക്കാത്തെ? ബാക്കിയുള്ളതിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് അല്ലേ? ടെമ്പറേച്ചറിനനുസരിച്ച് മൊളാരിറ്റി മാറും. അപ്പൊ അവിടെ മൊളാരിറ്റി ഉപയോഗിച്ചൂടാ. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ചൂടാക്കണം, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് തണുപ്പിക്കണം. ടെമ്പറേച്ചർ മാറുന്ന പ്രതിഭാസങ്ങളിൽ ഒന്നും മൊളാരിറ്റി നല്ലൊരു മെഷർമെന്റ് അല്ല. കാരണം മൊളാരിറ്റി മാറും, വോള്യം മാറുമ്പോ. അതുകൊണ്ട് അവിടെ മൊളാലിറ്റിയാ ഉപയോഗിച്ചേ. മാത്രമല്ല അവിടുത്തെ ഭയങ്കര എറർ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അവിടെ. കാരണം ΔTB ഒക്കെ ഭയങ്കര ചെറുതാ. 100 ഡിഗ്രി സെൽഷ്യസ്, എലിവേഷൻ 100.058 ഡിഗ്രി സെൽഷ്യസ്, ഭയങ്കര ചെറുതാ ഗ്യാപ്പ്. എന്നാൽ ഇവിടെ നമുക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലായതുകൊണ്ട് ചൂടാക്കുകയോ തണുപ്പിക്കുകയോ ചെയ്യുന്നില്ല, മൊളാരിറ്റി ഉപയോഗിക്കാം. പിന്നെ മാത്രമല്ല ഒരാളുടെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ ഇതാ ഏറ്റവും ബെസ്റ്റ്. കാരണം ഇത് നേരത്തെ പോലെ ഭയങ്കര ചെറിയ വാല്യൂ അല്ല, ഒരു റിലേറ്റീവ്ലി വലിയ വാല്യൂ തരും. അതുകൊണ്ട് എറർ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. നേരത്തെ കേസിലിടാ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ ചൂടാക്കണ്ടേ, ചൂടാക്കുമ്പോൾ ചിലപ്പം എന്റെ പോളിമർ ആണെങ്കിൽ അതൊക്കെ ചിലപ്പോൾ നശിച്ചു പോവാം. തണുപ്പിക്കുമ്പോഴും ചൂടാക്കുമ്പോഴേക്കും അതിന്റെ പ്രോപ്പർട്ടീസ് ചിലപ്പോൾ മാറിപ്പോവും. ഒന്നുകിൽ ചിലപ്പോൾ അത് ബ്രേക്ക് ആയി പോകും, അല്ലെങ്കിൽ അതിന്റെ സോലിബിലിറ്റിയെ ബാധിക്കും. എന്നാൽ ഓസ്മോട്ടിക് പ്രഷറിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സോ അൺനോൺ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോഴും ഓസ്മോസിസിനെ ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പൊ എന്റെ കയ്യില് ഒരേ ഓസ്മോട്ടിക് പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പല രീതിയിൽ പറയാം. സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണ് രണ്ടുപേർക്കെങ്കിൽ ദർ ഐസോട്ടോണിക് എന്ന് പറഞ്ഞ അവരുടെ കോൺസെൻട്രേഷൻ സെയിമാ. I1C1RT ഈസ് ഈക്വൽ ടു I2C2RT ആണ്. ഓർ I1C1 ഈസ് ഈക്വൽ ടു I2C2. ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞാൽ അത് ഹൈപ്പോട്ടോണിക്കാ. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണ്. അപ്പൊ കോൺസെൻട്രേഷൻ കുറവുള്ളവരായിരിക്കും ഹൈപ്പോട്ടോണിക്, കോൺസെൻട്രേഷൻ കൂടുതലുള്ളവരായിരിക്കും ഹൈപ്പർ ടോണിക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ എപ്പോഴും എന്താ മനസ്സിലാക്കണ്ടേ? ഓസ്മോസിസിലെ വെള്ളം ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹൈ കോൺസെൻട്രേഷനിലേക്കാ പോവുക, ഹൈപ്പോയിൽ നിന്നും ഹൈപ്പറിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. നമ്മുടെ ഹ്യൂമൻ ബോഡിയില് അതുകൂടി ഒന്ന് നോക്കിക്കോ. ഹ്യൂമൻ ബോഡി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സെൽസിൽ വരുന്ന ഓസ്മോട്ടിക് പ്രഷർ, ഫ്ലൂയിഡിന്റെ ഓസ്മോട്ടിക് പ്രഷർ 0.9% NaCl സൊല്യൂഷനോട് ഈക്വൽ ആണ്. അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണേ. RBCയുടെ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അത് 0.9% മാസ് ബൈ വോളിയം NaCl സൊല്യൂഷനോട് ഈക്വൽ ആണ്. അപ്പൊ ഞാനിങ്ങനെ ഈ ഒരു NaCl സൊല്യൂഷനിലേക്ക് നമ്മുടെ RBC വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. കാരണം രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ സെയിമാ. എങ്ങാനും ഞാൻ 0.9% പകരം ലെറ്റ് സേ 0.5% NaCl സൊല്യൂഷൻ ആണെന്ന് വിചാരിച്ചോ. അതിലേക്ക് RBC ഇട്ടു. അപ്പൊ എനിക്കറിയാം RBCയുടെ എത്രയാ? 0.9% NaClനോട് ഈക്വലന്റ് ആണ് RBCയുടെ. അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? കോൺസെൻട്രേഷൻ കുറവുള്ള ഭാഗത്തു നിന്നും കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഭാഗത്തേക്ക് വെള്ളം വരും എന്ന് പറഞ്ഞ് ഇത് സ്വെല്ലാവും, വീർത്തു വരും. ഇതേപോലെ ഞാൻ ഇനി ഒരു 2% NaCl സൊല്യൂഷനിലാണ് RBC ഇട്ടതെങ്കിൽ RBCയുടെ 0.9% NaClനോട് ഈക്വലന്റാ. സോ കോൺസെൻട്രേഷൻ കുറഞ്ഞേന്ന് എന്ത് സംഭവിക്കുന്നു? കോൺസെൻട്രേഷൻ കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് വെള്ളം പോകും. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ ഇത് ചുരുങ്ങിപ്പോകുന്നു, ഷ്രിങ്കായി പോകുന്നു. അങ്ങനെ ഇവരിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. സോ വാൻ ഹോഫ് ഫാക്ടറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാൻ ഹോഫ് ഫാക്ടർ എന്താ? I ഈസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞ പ്രകാരം പഠിച്ചാൽ മതി കേട്ടോ. അസോസിയേഷനും ഡിസോസിയേഷനോ ഇല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത രീതിയിൽ നമ്മൾ പറഞ്ഞാൽ മതി. I എന്ന് പറഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഒബ്സർവ്ഡ് ബൈ നോർമൽ എന്ന് പറയാം, അല്ലെങ്കിൽ നോർമൽ മോളാർ മാസ് ബൈ ഒബ്സർവ്ഡ് അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയാം. ഇതൊക്കെ ഈക്വൽ ഈക്വേഷൻസ് ആണ്. ഇത്രയും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ പറ്റി ധാരണ ഉണ്ടാക്കാം.
എങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ലെറ്റ് us see the question. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ചോദ്യം നോക്കിയേ. സീ വാട്ടർ കണ്ടെയ്ൻസ് 29.25% NaCl. പെർസെൻറ്റേജ് ഒക്കെ പറയുമ്പോൾ മനസ്സിൽ അതിന്റെ അർത്ഥം ഓർമ്മിക്കാം. 29.25% എന്ന് പറഞ്ഞാൽ ടോട്ടൽ 100 ആണെങ്കിൽ അതിൽ 29.25 gram ആണ് NaCl. 19% MgCl2 by weight. ടോട്ടൽ 100 gram ആണെങ്കിൽ അതിൽ 19 gram ആണ്, 19 gram ആണ് മെഗ്നീഷ്യം ക്ലോറൈഡ്. The normal boiling point of the sea water. Boiling point ചെയ്യണം. Assume 100% ionization in both NaCl and MgCl2. Dissociation 100% നടക്കുന്നു. ആൽഫ എനിക്ക് തന്നിരിക്കുന്നു 100% എന്ന് പറഞ്ഞ 1 ആണ്. ഗിവൺ KB നമുക്ക് തന്നിരിക്കുന്നു 0.52. നമ്മളിങ്ങനെ തന്ന ഡാറ്റയൊക്കെ നോക്കിയിട്ട് എന്താ ചെയ്യാൻ ആലോചിക്കുകയാണേ. NaClന്റെ മോളാർ മാസും MgCl2ന്റെ മോളാർ മാസും തന്നു. എടാ KB തന്നിട്ട് ബോയിലിംഗ് പോയിന്റ് ചോദിച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ΔTB ഈസ് ഈക്വൽ ടു I ഇൻറ്റു KB ഇൻറ്റു M അല്ലേ. KB തന്ന് പിന്നെ ΔTB കാണാൻ വേറെ ഏത് ഇക്വേഷനാണ് നമ്മുടെ കയ്യിലുള്ളത്? വേറെ ഒന്നുമില്ല. ഇതാ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ ഞാൻ ശ്രമിക്കുക. നമുക്കാണെങ്കിൽ 2 പേരുണ്ടല്ലോ. അപ്പൊ 2 പേരുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? KB ഇൻറ്റു I1 M1 പ്ലസ് I2 M2 എന്ന് ഞാൻ എഴുതേണ്ടി വരും. 2 പേരുണ്ട്. അപ്പൊ ഇതാ ശ്രദ്ധിക്കണ്ടേ. ഓക്കെ, മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അത് നമുക്കറിയാം. മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. ഇവിടെ ഇപ്പൊ 2 പേരുണ്ടല്ലോ. സി M ഈസ് ഈക്വൽ ടു NB ബൈ WA ഇൻ കിലോഗ്രാം എന്നറിയാം. ഗ്രാമിലാണ് തരുന്നതെങ്കിൽ നമ്മൾ ഇൻറ്റു 1000 ഒക്കെ കൊടുക്കും. ഇവിടെ 2 സോൾട്ട് ഇല്ലേ? അപ്പൊ എനിക്ക് ടോട്ടൽ മൊളാലിറ്റി പറയണമെങ്കിൽ 2 സോൾട്ടിനെയും ഞാൻ ആഡ് ചെയ്യണ്ടേ? യെസ്. അപ്പൊ എങ്കിൽ 2 സോൾട്ടും I1 N1 പ്ലസ് I2 N2 എന്ന് പറയാം. 2 പേർക്കും I ഉണ്ട്. ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഗ്രാമിലാണെങ്കിൽ അതിന് കിലോഗ്രാമിലാക്കാൻ 1000 കൂടി കൊടുത്തു. ഇതാ കേസ്. ചെയ്ത് നോക്കാം നമുക്ക്. 2 സോൾവെന്റ് ഉള്ള കേസിൽ ശ്രദ്ധിച്ചോ. 2 സോൾവെന്റ് ആണെങ്കിൽ ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കണം. ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും കണ്ടുപിടിക്കണം. അപ്പൊ 2 പേരുടെയും I എടുക്കണ്ടേ? എന്നാലല്ലേ ടോട്ടൽ നമ്പർ കിട്ടുള്ളൂ. സോ ΔTB ഈസ് ഈക്വൽ ടു KB നമുക്ക് തന്നിരിക്കുന്നു. I1 N1 അത് കണ്ടുപിടിക്കണം. നോക്കാം എങ്ങനെ കണ്ടുപിടിക്കും. I1 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എനിക്ക് തന്നിരിക്കുന്നത് NaCl സൊല്യൂഷനും MgCl2 സൊല്യൂഷനുമാണ്. മാക്സിമം ഇതിൽ 2 പാർട്ടിക്കിൾ Na പ്ലസും Cl മൈനസും, ഇതിൽ മാക്സിമം 3 പാർട്ടിക്കിൾ Mg2 പ്ലസും 2 ക്ലോറിനും. I ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 പേരുടെയും. ആൽഫ 100% എന്ന് അസ്യൂം ചെയ്യാം പറഞ്ഞു. സോ I ഈസ് ഈക്വൽ ടു 1 പ്ലസ് N മൈനസ് 1 ഇൻറ്റു ആൽഫ. ആൽഫ 1 ആയതുകൊണ്ട് I ഈസ് ഈക്വൽ ടു 1 പ്ലസ് N മൈനസ് 1 ആണ്. സോ I ഈസ് ഈക്വൽ ടു N തന്നെയാണ്. ഒന്നാമത്തെ കേസിൽ I1 എത്രയാ? N തന്നെ 2. രണ്ടാമത്തെ കേസിൽ I2 എത്രയാ? ടോട്ടൽ Nന്റെ നമ്പർ ആണ് 3. സോ നമുക്ക് I കിട്ടിക്കഴിഞ്ഞു. റെഡി. ഇനി N1 ഉം N2 കണ്ടുപിടിക്കണം. എങ്ങനെയാ കണ്ടുപിടിക്കുക? ഹൗ വിൽ യു ഫൈൻഡ് N1 ആൻഡ് N2? നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl കണ്ടുപിടിക്കാൻ മാസ് ബൈ മോളാർ മാസ്. മാസ് എത്രയാ? 29.25 gram ബൈ മോളാർ മാസ്, which is equal to half mole. Number of moles of magnesium chloride is equal to mass 19 gram by 95. 1/5 അല്ലേ വരിക? 9.45. അതെ, നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞു. സോ നമുക്ക് അപ്ലൈ ചെയ്യാമേ. ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. ΔTB is equal to KB 0.52 into I1 2 into number of moles 1/2 plus I2 3 into 1/5 divided by mass of solvent. അതെങ്ങനെ കണ്ടുപിടിക്കും? വെള്ളത്തിന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? വെള്ളത്തിന്റെ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ
100 ടോട്ടലുള്ള മാസ്. 100-ൽ നിന്നും NaClന്റെയും MgCl2ന്റെയും മാസ് മൈനസ് ചെയ്യുക. കാരണം എന്റെ കയ്യിൽ NaCl MgCl2 ആണ് ഉള്ളത്. അങ്ങനെ 100-ൽ നിന്നും ഞാൻ മൈനസ് ചെയ്യുമ്പോൾ 100 മൈനസ് NaCl 29.25 ആണ്, മെഗ്നീഷ്യം 19. അപ്പൊ ടോട്ടല് വരുമ്പോ 48.25 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 51.75 ഗ്രാം. 51.75 ഗ്രാം. ഗ്രാം ആയതുകൊണ്ട് ഞാൻ അതിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ 1000 ചെയ്യണം. ഡൺ. നമ്മൾ ഇത് സോൾവ് ചെയ്യുക, ഡെൽറ്റ TB കിട്ടും. ഇനിയിപ്പോൾ ഇത് ഡയറക്റ്റ് സോൾവ് ചെയ്താൽ മതി. ഇവിടെ 1 ആണ്, 3/5 IR 30. സോ ദാറ്റ് ഈസ് 0.52 ഇൻറ്റു 1.6 ഇൻറ്റു 1000 ബൈ 51.75. അപ്പൊ എനിക്ക് 52 ഇൻറ്റു 16 ബൈ 51.75 എന്നൊക്കെ എഴുതാം. 52 ഇൻറ്റു 16 എത്ര വരും? 520 പ്ലസ് 6 പ്രാവശ്യം. 6 12 IR 30 2 832. 332 കൂടി ആഡ് ചെയ്യുമ്പോഴല്ലേ 832 ബൈ 51.75. ഇത് ചെയ്യുമ്പോൾ 8 46 48 നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും? യു ആർ ഗെറ്റിംഗ് 16, റൈറ്റ്? 16 ആയിരിക്കും ഡെൽറ്റ TB നമുക്ക് കിട്ടുക. അപ്പൊ ഡെൽറ്റ TB ആണ്, ഡിഫറൻസ് ആണ് നമുക്ക് 16 കിട്ടിയിരിക്കുന്നത്. ചോദ്യം ഡിഫറൻസ് അല്ല, ബോയിലിംഗ് പോയിന്റ് ആണ്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ് 16. ബോയിലിംഗ് പോയിന്റ് എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളത്തിൻ്റെത്. അതിന്റെ കൂടെ 16 കൂടി നിങ്ങൾ ആഡ് ചെയ്താൽ 116 ഡിഗ്രി സെൽഷ്യസ് ആ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. വെള്ളത്തിനേക്കാളും കൂടുതലാണ്, നമുക്ക് കേട്ടോ. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ 100 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 16 എന്ന് ചെയ്യുമ്പോൾ 116. 116 ആണോ നിങ്ങൾക്ക് കിട്ടിയത്? സോ യുവർ ആൻസർ വിൽ ബി 116. നമുക്ക് 116 പറയാം. See this question. അടുത്ത ചോദ്യം നോക്കിയേ, വേഗം പറയൂ. A solution of 12 gram of non-electrolyte. എടാ, നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സൊല്യൂട്ട് ആണ്. സൊല്യൂട്ടിനെ ഞാൻ WB എന്ന് വിളിക്കാം. അത് 12 ഗ്രാം ആണ്. ഇലക്ട്രോലൈറ്റ് A, സൊല്യൂട്ടിനെ ഞാൻ പൊതുവെ B എന്ന് വിളിക്കുന്നത്. ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് ഇറ്റ് ഇൻ 100 ml ഓഫ് വാട്ടർ. അപ്പൊ നമുക്ക് വോള്യൂം കിട്ടി 1000 ml. Exerts the same osmotic pressure as that of. ആദ്യത്തെ ആളുടെ ഓസ്മോട്ടിക് പ്രഷർ is equal to the osmotic pressure of glucose. ഓക്കെ, രണ്ടുപേരുടെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണ്, അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. എംപെരിക്കൽ ഫോർമുല ഓഫ് ACH2O ആണെങ്കിൽ മോളിക്കുലർ മാസ് എത്രയാണ്? പൈ തന്ന് മാസ് ഒക്കെ ചോദിച്ചു. രണ്ടുപേർക്ക് ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താ? I1 C1 RT1 is equal to I2 C2 RT2. 6 കോമൺ അല്ലേ? 6 യൂണിവേഴ്സൽ സൊല്യൂഷൻ കോൺസ്റ്റന്റ് ആണ്, ഗ്യാസ് കോൺസ്റ്റന്റിന്റെ അതേ വാല്യൂ ആണ്. ടെമ്പറേച്ചർ സെയിം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു, ടെമ്പറേച്ചറും പോയി. സോ I1 ഷുഡ് ബി ഈക്വൽ ടു, നോൺ ഇലക്ട്രോലൈറ്റുകളുടെ I1 എത്രയാ? 1 ആ. നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് I1 ആ. അസോസിയേഷനോ ഡിസോസിയേഷനോ ഇല്ലല്ലോ. ഗ്ലൂക്കോസ് നോൺ ഇലക്ട്രോലൈറ്റ് ആണ്, I1 ആണ്. സോ രണ്ടിന്റെയും I1 ആണ്. C1 ഈസ് ഈക്വൽ ടു C2. കോൺസെൻട്രേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ബൈ വോള്യം ആണ് കോൺസെൻട്രേഷൻ. അപ്പൊ N1/V1 ഈസ് ഈക്വൽ ടു N2/V2. N1 എത്രയാ? നമ്പർ ഓഫ് മോൾസ് എത്രയാ? മാസ് ബൈ മോളാർ മാസ് ഡിവൈഡഡ് ബൈ വോള്യം 1000 ഈസ് ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് 5 × 10⁻². C2 ഡയറക്റ്റ് ഞാൻ എഴുതി. എനിക്കിപ്പോ എത്ര കിട്ടും? നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? ഓക്കെ, ഇത് ml ആണ്, ഞാൻ അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ M ഈസ് ഈക്വൽ ടു 12/5 × 10⁻². അപ്പൊ എത്ര കിട്ടി? 25 10 4. നമുക്ക് 240. ആർ യു ഗെറ്റിംഗ് 240? 240 ആണ് കിട്ടിയത്. ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഐസോട്ടോണിക് സൊല്യൂഷൻ ഒരേ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ആണ് സെയിം ആയിട്ട് വരിക. ഒന്നാമത്തതിന്റെ കോൺസെൻട്രേഷൻ കാണാൻ ഞാൻ എന്ത് ചെയ്യുന്നു? മാസ് ഒക്കെ തന്നതുകൊണ്ട് നമ്പർ ഓഫ് മോൾസ് ബൈ വോള്യം ഞാൻ എടുത്തു. നമ്പർ ഓഫ് മോൾസ് മാസ് ബൈ മോളാർ മാസ് ആണ്. വോള്യം ml തന്നിരിക്കുന്നത്, അതിനെ നമ്മൾ ലിറ്ററിലേക്ക് മാറ്റി. ഈസ് ഈക്വൽ ടു, രണ്ടാമത്തതിന്റെ കോൺസെൻട്രേഷൻ ഡയറക്റ്റ് തന്നു. സോ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട. യുവർ ആൻസർ വിൽ ബി 240. 240 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഡയറക്റ്റ് നമുക്ക് 240 എന്ന് ആൻസർ കിട്ടും.
240 is your answer. Okay. See this question. 0.004 molar K2SO4 solution is isotonic with 0.01 molar glucose solution. Percentage dissociation of K2SO4 is. K2SO4 solution is isotonic with the glucose solution. Appa isotonic aanengil pi 1 is equal to pi 2. I1 C1 R T1 is equal to I2 C2 R T2. Temperature പറഞ്ഞില്ല, which means temperature same ആണ്. R എന്തായാലും same ആണ്. I1 K2SO4 മുഴുവനായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത ടോട്ടൽ എത്രയാ? 2 പൊട്ടാഷ്യം 1 സൾഫേറ്റും 3 ആണ് I. Into concentration 0.004 എന്ന് പറഞ്ഞാൽ 4 into 10 raised to minus 3 is equal to okay, percentage dissociation നമുക്ക് കണ്ടുപിടിക്കണേ. ഞാനിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ? K2SO4 മുഴുവനായിട്ട് ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ 3 എടുത്തത്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ കണ്ടത് പെർസെന്റേജ് ഡിസോസിയേഷന ചോദ്യം ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അവര് മുഴുവനായിട്ട് മാറിയിട്ടില്ല. നമുക്കതുകൊണ്ട് I അറിഞ്ഞൂടാ. ഞാൻ I എന്ന് തന്നെ വിളിച്ചു. മുഴുവനായിട്ട് ബ്രേക്ക് ചെയ്താലേ 3 പേരെ കിട്ടുള്ളൂ. മുഴുവനായിട്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ 100% ഡിസോസിയേഷൻ നടക്കണ്ടേ? ചോദ്യം ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനാ. അപ്പൊ 100% ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. റെഡി? അപ്പൊ ഞാൻ അതിന് I എന്ന് തന്നെ വിളിച്ചു. ഗ്ലൂക്കോസിന്റെ I 1 ആണ്, അതിലൊരു സംശയമില്ല. അതിന്റെ കോൺസെൻട്രേഷൻ 10 raised to minus 2. അപ്പൊ നമുക്കിത് 30 I is equal to 1/4 into 10 raised to minus 1. So it is 10/4 is equal to 2.5. നമുക്കറിയാം I is equal to 1 plus n minus 1 into alpha ആണ്. 2.5 is equal to 1 plus n minus 1 എത്രയാ? n എത്രയാ? K2SO4 മാക്സിമം 3 പേര്. So this is equal to 2.5 is equal to 1 plus 2 alpha. 1.5 is equal to 2 alpha. So alpha is equal to 1.5 by 2, which is equal to 0.75. So percentage എന്ന് പറയുന്നത് alpha into 100 ആണ്. 0.75 into 100, you get 75%. Percentage is 75. ചോദ്യം നോക്കിയേ. ഐസോട്ടോണിക് ആണെന്ന് പറഞ്ഞു. ഐസോട്ടോണിക് ആണെന്ന് നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. So if they are isotonic, we know that I1 C1 RT1 is equal to I2 C2 RT2. As the temperature data is not given, which means temperature should be same, they got cancelled. R എന്തായാലും cancel ആയി പോയി. I1 ഗ്ലൂക്കോസിന്റെ കേസിൽ I is 1. Concentration രണ്ടുപേരുടെയും കേസിൽ തന്നു, so that you are able to find I. Now the relation with I and alpha, you get alpha. Alpha you are getting as a fraction which is equal to 0.75. We need percentage. Percentage ചെയ്യാൻ fraction into 100. You get 75%. Easy. 2023 question ആണ്. See this question. What weight of glucose must be dissolved? Glucose in the mass ആണ് കണ്ടുപിടിക്കേണ്ടത്. Must be dissolved in 100 gram of water. വാട്ടറിന്റെ മാസ്, വാട്ടറിനെ A എന്ന് വിളിക്കാം, സോൾവെന്റ് അല്ലേ. 100 gram of water, വാട്ടറിന്റെ മാസ് തന്നു 100 gram. To lower the vapor pressure by 0.2. അപ്പൊ change in vapor pressure 0.20 mm ആണ്. Assume dilute solution is being formed. Dilute solution ആണെന്ന് assume ചെയ്യണം. Vapor pressure of pure water, which is P0A, 0 stands for pure, is equal to 54.2 mm of mercury. And molar mass of glucose, glucose is solute, B na vilika, is equal to 180. Okay. Mass, molar mass, P0A, what is the relation? Lowering in vapor pressure. So we know P0A minus PA by P0A is equal to mole fraction. Mole fraction NB by NA plus NB ആണ്. Dilute solution എന്ന് പറഞ്ഞാൽ NB യെ നമുക്ക് നെഗ്ലക്ട് ചെയ്തൂടെ, കാരണം സോൾട്ട് കുറച്ചേ ഉള്ളൂ. So this is equal to NB by NA. ഇനി substitute A. P0A minus PA is change, which is 0.20. P0A is 54.2 is equal to NB. Number of moles എത്രയാ? Mass by molar mass. Glucose in the mass 180. Divided by number of moles of A. Mass by molar mass. So,
you are getting W is equal to 0.20 by 54.2 into 1000. So it is around 200 by 54.2. I 4 nearly less than 4. Your answer will be D. Are you getting answer D? D ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. D. Your answer is D. Ready? See this question. ഈ ചോദ്യം നോക്കിയേ. Consider the following pairs of solution which will be isotonic at the same temperature. Isotonic ആകുന്നവരുടെ പേര് നിങ്ങൾ കണ്ടുപിടിക്കുക. Number of pairs എത്രയാണ്? Isotonic ആകാനുള്ള condition pi1 should be equal to pi2. I1 C1 RT1 should be equal to I2 C2 RT2. Temperature is not given, so which means I1 C1 should be is equal to I2 C2. Just check if these conditions are satisfied. ഒന്നാമത്തെ കേസിൽ 1 molar NaCl. What is I1 C1? NaCl ന്റെ I, Na plus Cl minus 2. Concentration 1. That is 2. 2 molar urea. What is I1 C1? Urea I 1 ആണ് because it is non-electrolyte. Concentration 2. That is equal to 2. രണ്ട് same ആണ്. I1 C1 is equal to I2 C2. You get that answer. രണ്ടാമത്തെ നോക്കുക I1. I എത്രയാ CaCl2 ന് 3. Concentration 1. So that is 3. I2 KCl ന് 2. Concentration 1.5 which is equal to 3. Again you get the answer. അടുത്തതില് I അലൂമിനിയം ക്ലോറൈഡ്. അലൂമിനിയം ആൻഡ് 3 ക്ലോറിൻ. അപ്പൊ I എത്രയാ 4 ആണ്. അലൂമിനിയം 3 4 into 1.5 you get 6. അല്ലേ? Then you have 2 and 3. It is again 6. Same. അടുത്ത നോക്കുക I KCl in 2 ആണ്. Concentration 2.5 ആണ്. So that is 5. ഇവിടെ എത്രയാ Al2SO4 2 അലുമിനിയം 3 സൾഫേറ്റും ടോട്ടൽ 5 പേരുണ്ട്. Concentration 1 is equal to 5. എല്ലാരും സെയിം വാല്യൂസ് ആണ്. All the 4. So your answer should be 4. All of them are giving you the answer. എല്ലാരും നമുക്ക് ഈ ആൻസർ തരുന്നുണ്ട്. No doubt. Is that clear? Ready. Let us see this question. Evaluate the following statement for their correctness. Evaluate ചെയ്യണം. Evaluate. The elevation in boiling point of water will be same for 0.1 molar NaCl and 0.1 molar urea. Same ആണോ? Elevation in boiling point ഇവർക്ക് രണ്ടുപേർക്കും സെയിം ആയിരിക്കോ? സെയിം ആകണമെങ്കിൽ I1 should be same. Concentration same ആണ്. I1 same ആണോ? അല്ല. NaCl ന്റെ I എത്രയാ 2 ആ. എന്നാൽ യൂറിയയുടെ I എത്രയാ 1 ആ. കോൺസെൻട്രേഷൻ സെയിം ആണ് ബട്ട് I ആർ ഡിഫറെന്റ്. സിലിക്കൺ മെറ്റൽ ആണോ മെറ്റലോയിഡ് ആണോ നോൺ മെറ്റൽ ആണോ? സിലിക്കൺ നോൺ മെറ്റൽ അക്കോർഡിംഗ് ടു NCERT. നോൺ മെറ്റൽ എന്ന് പഠിക്കാം. റെഡി. അത് ഇവിടുന്ന് വന്നുവല്ലേ ചോദ്യം. അപ്പൊ ഇതെന്തായാലും തെറ്റാണ് ബിക്കോസ് I ആർ ഡിഫറെന്റ്. I ഡിഫറെന്റ് ആണ്. സോ ഒരേ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി കിട്ടില്ല. രണ്ടാമത്തത് അസിയോട്രോപിക് മിക്സ്ചേഴ്സ് ബോയിൽ വിത്തൗട്ട് ചേഞ്ച് ഇൻ ദിയർ കോമ്പോസിഷൻ. അസിയോട്രോപിക് മിക്സ്ചേഴ്സിൽ കോമ്പോസിഷനിൽ ചേഞ്ച് ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല. ദേ ആർ കോൺസ്റ്റന്റ് ബോയിലിംഗ് അസിയോട്രോപ്സ്. സോ ദാറ്റ് ഈസ് ട്രൂ. സെക്കൻഡ് ഈസ് ട്രൂ. തേർഡ്, ഓസ്മോസിസ് ടേക്സ് പ്ലേസ് ഫ്രം ഹൈപ്പർടോണിക് ടു ഹൈപ്പോട്ടോണിക്. എടാ ഓസ്മോസിസ് എപ്പോഴും എങ്ങനെയാ സംഭവിക്കുക? ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് ഓസ്മോസിസ് സംഭവിക്കുക. ലോവർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടോണിക് അല്ലേ? കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ഹൈപ്പോ അല്ലേ? ഹൈപ്പോ ടു ഹൈപ്പർ അല്ലേ? ഹൈപ്പർ ടു ഹൈപ്പോ അല്ല. സി ഈസ് റോങ്. ദി ഡെൻസിറ്റി of 32% H2SO4 solution having molarity 4.09 molar is approximately 1.26. മൊളാരിറ്റിയും ഡെൻസിറ്റിയും പെർസെൻറ്റേജും തമ്മിലുള്ള റിലേഷൻ നേരത്തെ ഞാൻ പറഞ്ഞ പ്രകാരം മൊളാരിറ്റി ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് മാസ് ബൈ മാസ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു 10 ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഇതാ റിലേഷൻ. റിലേഷൻ അറിയെങ്കിൽ എളുപ്പത്തിൽ പറയാം. ഓക്കെ, ഇനി ഇവിടെ പെർസെൻറ്റേജ് 32 എന്ന് തന്നിരിക്കുന്നു. ഡെൻസിറ്റി 1.26 ആണെന്ന് വിചാരിക്കും അല്ലെ. പോട്ടെ, ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം.
ഡെൻസിറ്റി 1.26 ആവുമെന്ന് ചെക്ക് ചെയ്യാം. മൊളാരിറ്റി 4.09 ഇൻറ്റു 10 / MB എത്ര H2SO4 ഉണ്ടത് 98 ആണ്. അപ്പൊ എനിക്കിത് എത്ര കിട്ടും? സോ ദിസ് ഈസ് 98. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 4.09 ഇൻറ്റു 98/32 ഇൻറ്റു 10 ആണ്. ഇതിനെ അറൗണ്ട് ഞാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 9 ആയി 4 3 1.26 കിട്ടും. That is true. D is true. Let us see this question. A negatively charged soil is obtained. അത് ആക്ച്വലി നമുക്ക് സർഫസ് കെമിസ്ട്രിന്ന് വരുന്ന ഭാഗമാണ്. എ നെഗറ്റീവ്ലി ചാർജ് സോൾ ഈസ് ഒബ്റ്റൈൻഡ് വെൻ KI സൊല്യൂഷൻ ഈസ് ആഡഡ് ടു സിൽവർ നൈട്രേറ്റ്. KIയെ സിൽവർ നൈട്രേറ്റിലേക്ക് ആഡ് ചെയ്തു. സോ ഇത് എക്സസ് ആണ്. എനിക്ക് കിട്ടുന്ന AgIയുടെ ചുറ്റും ആരായിരിക്കും? എക്സസ് ആയിരിക്കുന്ന Ag+ വരും. അത് പോസിറ്റീവ് കൊളോയിഡ് ആണ്. അത് കൊളോയിഡ്സിലാണ് പഠിക്കാനുള്ളത്. പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ നമുക്കത് നോക്കും പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ. എനിവേ കറക്റ്റ് ആയിട്ട് ബിയും ഡിയും മാത്രമാണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ബിയും ഡിയുമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ. കുറെ ആൾക്കാർക്ക് സിലബസ് ഒക്കെ വരുമ്പോഴേ ടെൻഷൻ ആവുന്നു അല്ലെ, ഓർഗാനിക്കും ഫിസിക്കലൊക്കെ വരുമ്പോഴേക്ക് പേടിയാവുന്നു എന്നൊക്കെയുള്ള കുറെ ടെൻഷൻസ് ഉണ്ട്. ഡോണ്ട് വറി, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക, നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ആ മാക്സിമയിൽ പോയിട്ട് നമ്മൾ എക്സാം എഴുതുക. വി ഹാവ് അനദർ സെഷൻ ആസ് വെൽ. ഫസ്റ്റ് സെഷനിൽ തന്നെ നമ്മൾ മാക്സിമം പൊട്ടൻഷ്യലി യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം. മാക്സിമം രീതിയിൽ തന്നെ വർക്ക് ചെയ്യണം. ഒരിക്കലും ഡെസ്പായി പോകരുത്. ആൻഡ് ഇതില് കെമിസ്ട്രിയിൽ നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുറെ ചാപ്റ്റേഴ്സ് നമുക്ക് ഒഴിവായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ചാപ്റ്റേഴ്സിൽ വർക്ക് ചെയ്യാൻ ടൈമിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. സൊല്യൂഷൻസ് എന്നുള്ള ചാപ്റ്ററിലേക്ക് ഓവറോൾ സൊല്യൂഷൻ എന്ന ചാപ്റ്റർ നോക്കുമ്പോൾ ആകെ ഇതില് നമുക്ക് കോൺസെൻട്രേഷൻ ടേമുകൾ അറിയേണ്ടതുണ്ട്. കോൺസെൻട്രേഷൻ ടേമിന്റെ ഇന്റർ കൺവേർഷൻസ് ഒന്ന് പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ആ ഇക്വേഷൻസ് 2 നമ്മൾ അതിന്റെ ഹെൻറീസ് ലോ, റാവൾസ് ലോ, അതൊക്കെ ഇക്വേഷൻസ് എല്ലാവരും പഠിക്കുക. എന്നിട്ട് റാവൾസ് ലോയുടെ ആപ്ലിക്കേഷൻ എന്നുള്ള ഡയറക്റ്റ് ചോദ്യങ്ങൾ, അവിടെ നമ്മൾ ഗ്രാഫ് കൂടി ഐഡിയൽ നോൺ ഐഡിയൽ ഗ്രാഫിന്റെ എക്സാമ്പിൾസ് കൂടി നമ്മൾ പഠിക്കുന്നു. 3ാമത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അതിൽ ഐ കണ്ടുപിടിക്കാനും പിന്നെ പ്രോബ്ലംസ്, ഈ 3 കാര്യമാണ് ഇവിടെ ആക്ച്വലി പഠിക്കുക. സോ ടെൻഷൻ ആവരുത്. കൂടുതൽ നിങ്ങൾക്ക് ഇങ്ങനെ ഗുണിക്കുക, ഹരിക്കുക, കൂട്ടുക, കുറക്കുക അതിനുള്ള എബിലിറ്റീസ് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കണം. കൂടുതൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻഡിജർ ടൈപ്പ് വരുമ്പോഴേക്ക് നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്ക് വരാൻ പോകുന്നൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നത്, നിങ്ങൾ ഫുൾ ആയിട്ട് ഇപ്പോഴേ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിച്ചിട്ടില്ല എങ്കിൽ കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിക്കാതെ സെൽഫായിട്ട് തന്നെ ചെയ്യുക. കാരണം എങ്കിൽ മാത്രമേ ഇൻഡിജേഴ്സ് നമുക്ക് കറക്റ്റ് റൗണ്ട് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ആരും ടെൻഷനൊന്നും ആവരുത്. വി ഹാവ് പ്ലന്റി ഓഫ് പ്രോഗ്രാംസ്. ഇനിയും നമ്മൾ ഒരുപാട് 1 ഷോട്ട് സീരീസുകളും റിവിഷൻസും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോന്നും എഴുതി നമ്മൾ നന്നാവുകയാണ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കുറെ പഠിക്കാനുള്ളത് പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. ബട്ട് റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് നമ്മൾ കുറച്ചുകൂടി റെഡി ആവും. ഓക്കെ, so thank you everyone. Thank you all of you. Wish you all the best.